കമ്പനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹെൽത്തിനാണ്. ഹെൽത്ത് ആൻഡ് വെൽനസ്. നമുക്കറിയാമല്ലേ, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ഇത് മൂന്നുമാണ് ഒരു മനുഷ്യന്റെ അവിഭാജ്യമായ ഘടകങ്ങൾ അല്ലേ. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ഇത് മൂന്നും ഉണ്ടെങ്കിലേ നമുക്കൊരു എക്സലന്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു എക്സലന്റ് ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിത് മൂന്നും വേണം. ഇത് മൂന്നും തരുന്ന ഒരു കമ്പനി തന്നെയാണ് ഗ്രോമാർട്ട് മെർക്കന്റൈൽ. അതിൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ വെൽനെസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ് വെൽനെസ് അല്ലെ? ഒരു മനുഷ്യൻ മാനസികവും ശാരീരികവുമായിട്ട് സന്തോഷപ്രദമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ചുരുക്കി പറഞ്ഞാൽ വെൽനെസ് എന്ന് പറയുന്നത്. കുറെ ഘടകങ്ങളുണ്ട്, എല്ലാം കൂടി നമുക്കിന്ന് പറയാൻ സമയമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മാനസികമായിട്ട് നമുക്ക് സന്തോഷം വേണം, ശാരീരികമായിട്ട് സന്തോഷം വേണം. അതാണ് ഹെൽത്ത് ആൻഡ് വെൽനെസ് അല്ലെങ്കിൽ വെൽനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തില് വെൽനെസ് ഇത് റവല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും വെൽനെസ് റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് അസുഖമില്ലാത്ത ഒരാളെ കാണിച്ചു തരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും. അപ്പൊ ഇല്ലസ് എന്ന് പറയാം. പക്ഷെ അത് ഓരോ രാജ്യത്തിന്റെയും അല്ലെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരുടെ ആരോഗ്യം തന്നെയാണ്, അവരുടെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇന്ന് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ലോകമെമ്പാടും. അതുകൊണ്ട് തന്നെയാണ് വെൽനസ് റവല്യൂഷനിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. വെൽനസ് എന്തെന്ന് വെച്ചാൽ അല്ലെ, നമുക്ക് നല്ല ഫുഡ്, നല്ല കാര്യങ്ങളൊക്കെ കിട്ടണം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ കാരണം പലതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അല്ലെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്. എന്താ പറയാ, വി ലിവ് ഇൻ എ ടോക്സിക് ഏജ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വളരെ വിഷമയമാണ്. കുറെ കാരണങ്ങളുണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് അല്ലെ, നമ്മൾ കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ഇന്ന് മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അവർ വാട്ടർ ഈസ് ലേസർ വിത്ത് ഹെവി മെറ്റൽസ് എന്ന് പറയും. ഹെവി മെറ്റലാണ് കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഇന്ന് അല്ലെ. മറ്റേ നമുക്ക് നല്ല വെള്ളം കിട്ടാനില്ല, പോഷകമുള്ള വെള്ളമൊന്നും കിട്ടാനില്ല, വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ വെള്ളത്തിലുണ്ട്, ഒന്നും കിട്ടാനില്ല. ആൽക്കലൈൻ വെള്ളം കിട്ടാനില്ല, ഹെവി മെറ്റലാണ്. മറ്റേ ഈ കോളിഫോം, ഈക്കോളി പോലുള്ള ശരീരത്തിൽ നശിപ്പിക്കുന്ന ബാക്ടീരിയകളൊക്കെ ഇന്ന് കൂടുതൽ വെള്ളത്തിലുണ്ട്. കുടിക്കുന്ന വെള്ളത്തില് ഈ ആൽക്കലൈൻ വെള്ളം എന്ന് പറയും അല്ലെ, നമ്മളൊരു pH, പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ പവർ ഓഫ് ഹൈഡ്രജൻ എന്നൊക്കെ പറയും. സോറി, അത് ശരിക്കും ഒരു 8ന്റെ മുകളിലേക്ക് കിട്ടണം. 8.5, 9 pH ലെവൽ കിട്ടണം. പക്ഷെ നമ്മളൊന്ന് കുടിക്കുന്ന വെള്ളം മിക്കതും അസിഡിക് വാട്ടറാണ്. നമ്മൾ ആ വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഒന്ന് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ പോലുള്ള ലിക്വിഡ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അത് മുഖേന ഒന്ന് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ആ വെള്ളത്തിന് അസിഡിറ്റി വെള്ളം. ഒരുവിധം വെള്ളമൊക്കെ അങ്ങനെയാണ്. പണ്ട് കാലത്തൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് അടുത്തടുത്ത് വീടുകളൊക്കെ ആയിട്ട് സെപ്റ്റി ടാങ്കിന്റെ ഓവർഫ്ലോ എല്ലാം കൂടി നമ്മുടെ വെള്ളം ഇന്ന് മലിനമാണ്. അങ്ങനെ കുറെ മറ്റേ വെള്ളം കൊണ്ട് കുറെ പ്രശ്നങ്ങൾ വരുന്നു. രണ്ടാമത്തതാണെങ്കിലോ, നമുക്ക് ദ എയർ വി ബ്രീത്ത് ഈസ് പൊല്യൂട്ടഡ് അല്ലെ. ഇന്ന് വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം അതിൽ നിന്ന് വരുന്ന പുകയൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുകയെല്ലാം കാർബൺ. നമുക്ക് കിട്ടുന്നത് ഓക്സിജൻ ആണ്. അതിന്റെ ലഭ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നമുക്ക് ലങ്സ് പ്രോബ്ലവും ഓക്സിജൻ കറക്റ്റ് ആയിട്ട് എല്ലാ കോശങ്ങളിലേക്ക് എത്താത്തൊരു അവസ്ഥ എല്ലാം വന്ന് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെന്ന് പറയാം, പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ഫുഡ് വി ഈറ്റ് ഈസ് ജങ്ക് ആൻഡ് ഫാസ്റ്റ് അല്ലെ. നമ്മൾ കഴിക്കുന്ന പല ഫുഡും ജങ്ക് ഫുഡാണ്. ജങ്ക് ഫുഡ് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പോഷകങ്ങൾ കിട്ടാത്ത ഫുഡ്. ഇപ്പൊ മൈദ മാവിന്റെ ഐറ്റംസ് കൊണ്ടുള്ള പലതരം ഫുഡുകൾ നമ്മൾ കഴിക്കും. ബേക്കറിയിലും അങ്ങനെ പല പൊറോട്ട പോലുള്ള കുറെ ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ ടേസ്റ്റ് കൂടുതലാണ്, പക്ഷെ അത് കഴിക്കും തോറും ജങ്ക് ഫുഡാണ്. ഒരു തരത്തിലുള്ള പോഷകം, വിറ്റാമിൻസ്, മിനറൽസും ഒന്നും നമുക്ക് ലഭ്യമാകുന്നില്ല. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്. ശരിക്കും നമ്മുടെ ആരോഗ്യ സംഘടന തന്നെ പറയേണ്ടത്, അല്ലെങ്കിൽ ഹെൽത്തിന് വിദഗ്ധരൊക്കെ പറയുന്നത് രാത്രി ഹെവി ഫുഡ് കഴിക്കരുത് എന്നാണ് പറയുന്നത്. ഒരു 7 മണിക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. ഫുഡിലൊക്കെ ഒരു കൺട്രോൾ വരുത്തേണ്ടത്. കാരണം 7 മണിക്ക് ശേഷം നമ്മൾ ഒരു 10 ഉറങ്ങുമ്പോഴേക്കും വയറൊക്കെ കാലിയായിരിക്കണം എന്നാ പറയാറ്. പക്ഷെ നമ്മൾ എന്ന് തിരിച്ചല്ലേ, ഇവിടെ എല്ലാം ഫുഡും തട്ടുകടയൊക്കെ നമുക്ക് തുറക്കുന്നത് രാത്രിയാണ്. 10 മണിക്കും 11 മണിക്കൊക്കെയാണ് നമ്മൾ നോൺ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇറച്ചി, മീനൊക്കെ കഴിച്ച് അതൊക്കെ ദഹിക്കാൻ സമയം അല്ലെ 5-5.5 മണിക്കൂർ വേണം.
ആ അങ്ങനെ കഴിച്ച് നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിംഗ് സമയമാണ് ഉറക്കം, അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ മരുന്നുകൾ മേടിച്ച് കഴിക്കും അല്ലെ. മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അസുഖം വന്നാൽ നമ്മൾ മരുന്ന് കഴിച്ചേ പറ്റൂ. ഓക്കെ, ആ സൈഡ് എഫക്റ്റും നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തില് ടോക്സിൻ കൂടുകയാണ്, ഫ്രീ റാഡിക്കൽസിന്റെ എണ്ണം കൂടുകയാണ്, നശിച്ച കോശങ്ങളുടെ എണ്ണം കൂടുന്നു. തന്മൂലം നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് പോലെ പ്രശ്നങ്ങൾ വരുന്നു, ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം നമുക്ക് എന്താ പരിഹാരം? പരിഹാരം എന്ന് വെച്ചാൽ നല്ല പോഷകമുള്ള ഫുഡ് കിട്ടണം. വിറ്റാമിൻസും മിനറൽസും ഉള്ള ഫുഡ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ നമ്മുടെ കോശങ്ങൾ ആരോഗ്യത്തോടെ വളരുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതിൽ കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ കോശങ്ങളുടെ അടുക്കുകളാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത് അല്ലെ. ടിഷ്യൂസ് ഇപ്പോൾ ഞരമ്പുകളൊക്കെ ഒരു പറ്റം കോശ സമൂഹം കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. ആ ഞരമ്പുകൾ ടിഷ്യൂസ് ആണ്. മസിലുകൾ കുറെ കോശങ്ങൾ കൊണ്ട്, ലക്ഷക്കണക്കിന് കോശങ്ങൾ കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അതൊരു ടിഷ്യൂസ് ആണ്. ഈ എല്ലാ ടിഷ്യൂസും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ഓർഗൻ വരുന്നത് അല്ലെ. ലിവർ, കിഡ്നി, ഹാർട്ട് ഒക്കെ കൊണ്ട് ഈ ഓർഗൻസ് എല്ലാം ആരോഗ്യത്തോടെ കണക്റ്റഡ് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. സിസ്റ്റം, ഹ്യൂമൻ ബോഡി എന്ന സിസ്റ്റം, മനുഷ്യൻ എന്ന സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇവിടെ എല്ലാ മൂല കാരണം കോശങ്ങളിൽ നിന്നാണ് തുടക്കം അല്ലെ. ഈ കോശങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ നമുക്ക് ടിഷ്യൂസും കറക്റ്റ് ആവുള്ളൂ, ഓർഗൻസ് കറക്റ്റ് ആവുള്ളൂ, സിസ്റ്റം കറക്റ്റ് ആവുള്ളൂ. ഇത് പറ്റാത്തൊരവസ്ഥ. കാരണം കോശങ്ങളൊക്കെ ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പല കോശങ്ങളും ഫ്രീ റാഡിക്കൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു, നശിച്ച കോശങ്ങൾ. അങ്ങനെ അത് അമിതമായിട്ട് കൂടുമ്പോഴാണ് നമുക്ക് ഓർഗൻസിന് കംപ്ലൈന്റ് വരുന്നത്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇവയ്ക്ക് എല്ലാത്തിനും നിർമ്മാർജ്ജനം ചെയ്ത് നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ എത്തണമെങ്കിൽ പോഷക സമൃദ്ധമായ ഫുഡ് നമുക്ക് ലഭിക്കണം. അതാണ് ഫുഡ് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് വെൽനെസ് കാറ്റഗറിയിൽ. അപ്പൊ ഫുഡ് സപ്ലിമെന്റ് ഇനി നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന ഹൈലി റിസൾട്ടുള്ള പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനി തന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോണ്. ആ പ്രോഡക്റ്റിന്റെ പേര് ഹെൽത്ത് ബാലൻസർ എന്നാണ്. ഹെൽത്ത് ബാലൻസർ എന്നാണ് ആ പ്രോഡക്റ്റിന്റെ പേര്. ആ പേര് തന്നെ ഉണ്ടല്ലേ, ഹെൽത്തിനെ ബാലൻസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള വിറ്റാമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ കോശങ്ങളെ ശുദ്ധീകരിച്ച് ഫ്രീ റാഡിക്കൽസിനെ പുറം തള്ളി പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗ്രോമാർട്ട് കമ്പനി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഹെൽത്ത് ബാലൻസർ. എങ്ങനെയാണ് ഹെൽത്ത് ബാലൻസർ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ ഉപകാരങ്ങളും ഉപയോഗങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ ഹെൽത്ത് ബാലൻസറിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം അല്ലെ. എല്ലാം ആയുർവേദ മൂലികളുടെ പവർ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് കൂവളം ആണ്. കൂവളം നിങ്ങൾ കേട്ട് കാണില്ലേ, കൂവളം. കൂവളം ഏറ്റവും കൂടുതൽ വിറ്റാമിൻസും മിനറൽസും ആയുർവേദ പവറുള്ള ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കൂവളം. ഓക്കെ, പിന്നെ വരുന്നത് കടുക്കയാണ്. കടുക്ക, ഹരിതക്കി എന്നൊക്കെ പറയില്ലേ, കടുക്ക. കടുക്കയുടെ ആയുർവേദ ഗുണങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയ്ക്കധികം ആയുർവേദ ഗുണങ്ങളാണ് നമ്മുടെ ഈ കടുക്കയിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്തത് വരുന്നത് കരിഞ്ചീരകമാണ്. കരിഞ്ചീരകത്തിന്റെ അല്ലെ സർവ്വരോഗ സംഹാരി എന്നൊക്കെയാണ് കരിഞ്ചീരകത്തിന് പേര് തന്നെ ആയുർവേദത്തില്. എല്ലാ മരുന്നുകളുടെ കൂട്ടിലും കരിഞ്ചീരകം ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ കരിഞ്ചീരകം, കൂവളം, അതുപോലെ തന്നെ നമ്മുടെ കടുക്ക, ഇത് മൂന്നിന്റെയും കൂടെയും കുറുന്തോട്ടി, ബാല എന്നൊക്കെ പറയില്ലേ, കുറുന്തോട്ടിയുടെ പവർ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അത്രയ്ക്ക് അധികം ആയുർവേദ മൂലിക, അത്ര പോഷക സമൃദ്ധവും നമ്മുടെ എല്ലാ കോശങ്ങളെയും അഫക്ട് ചെയ്യുന്ന, ശുദ്ധീകരിച്ചു തരുന്ന ഒരു സൂപ്പർ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ കുറുന്തോട്ടി. അതുപോലെ തന്നെ കരിനൊച്ചി. അപ്പൊ ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഒരു ബ്ലെൻഡിങ് ആണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ. ഇത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് ഗുണങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ എക്സ്ട്രാക്ട് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ആരോഗ്യം
പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓരോന്ന് ഓരോന്ന് പറയാം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഈ ഇതിന്റെയൊക്കെ എക്സ്ട്രാക്ട്, ഈ പറയുന്ന അമൂല്യ ആയുർവേദ മൂലികളുടെ എക്സ്ട്രാക്ട് കൊണ്ട് നിർമ്മിച്ച ഹെൽത്ത് ബാലൻസർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം നമ്മുടെ ശരീരത്തില്. അതായത് മറ്റേ റീജനറേറ്റ് ഓൾഡ് ആൻഡ് വീക്ക് സെൽസ് നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ ഉണ്ടല്ലോ, ഒരു കോശത്തിന്റെ ആയുസ് എന്ന് എത്ര നമുക്കറിയാം, ഏകദേശം ഒരു 60 മുതൽ 120 ദിവസം വരെ മാക്സിമം ആണ് നമ്മുടെ കോശത്തിന്റെ ആയുസ്. അത് കഴിഞ്ഞാൽ അത് പുറന്തള്ളി, ശരീരത്തിൽ നിന്ന് മെൽറ്റ് ചെയ്ത് പുറന്തള്ളി പുതിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ബോൺ മാരോയിൽ നിർമ്മിച്ച് ആ ഭാഗത്തേക്ക് എത്തിക്കുന്ന എല്ലാ മറ്റേ ടിഷ്യൂസിലും ഓർഗൻസിലും എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആരോഗ്യം നശിച്ചു പോകുന്ന ആ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള സെല്ലുകളെ റീജനറേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് സാധിക്കുന്നുണ്ട്. വീക്ക് അതായത് വീക്ക് സെല്ലിനെ, ഓക്കെ, നശിച്ചു തുടങ്ങിയ സെല്ലിനൊക്കെ, ഫ്രീ റാഡിക്കൽസ് ആയിട്ടുള്ള സെല്ലിനൊക്കെ റീജനറേറ്റ് ചെയ്യാൻ നമ്മുടെ ഹെൽത്ത് ബാലൻസർ എന്ന ഈ പ്രോഡക്റ്റിന് സാധിക്കുന്നുണ്ട്. റിപ്പയേഴ്സ് ഡാമേജ്ഡ് സെൽസ്, അതായത് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് ഡാമേജ് ചെയ്ത, ഇപ്പൊ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ കേട്ടിട്ടില്ല. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട, 2 ഇലക്ട്രോണിൽ ഒന്നൊക്കെ നഷ്ടപ്പെട്ടാൽ ഫ്രീ റാഡിക്കൽസ് ആയി. അപ്പൊ അതിനെ റിപ്പയർ ചെയ്യാനും, റീപ്ലേസസ് ഡെഡ് സെൽസ്, അതായത് നശിച്ച സെല്ലുകളെ റീപ്ലേസ് ചെയ്ത് കളയാനും, പുതിയ കോശങ്ങളെ നിർമ്മിച്ച്, ആരോഗ്യമുള്ള കോശങ്ങളെ നിർമ്മിച്ച്, അതായത് വായു, വെള്ളം, ഭക്ഷണം, നല്ല ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റണം. അതൊക്കെ നമ്മുടെ ഹെൽത്ത് ബാലൻസറിലുണ്ട്. അങ്ങനെ പറ്റുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്. പുതിയ സെല്ലുകളെ, നല്ല ആരോഗ്യമുള്ള കോശങ്ങളെ നിർമ്മിച്ച് നമ്മുടെ ഓർഗൻസിൽ ഫിറ്റ് ചെയ്യുന്നു. അതുപോലെ റീസ്റ്റോർസ് ഡിസീസ്ഡ് സെൽസ്, നാശം സംഭവിച്ച കോശങ്ങളെ റീസ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ ബോഡി വേസ്റ്റ് ആയി മാറിക്കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്ത് കളയും, ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ആക്കി കളയും. ബ്ലഡ്, അതിനുശേഷം വരുന്ന രക്തമൊക്കെ 5-5.5 ലിറ്റർ രക്തമുണ്ട്, അതൊക്കെ ശുദ്ധീകരിച്ച് തരാനും നമ്മുടെ ഹെൽത്ത് ബാലൻസറിന് സാധിക്കും. ഇങ്ങനെയാണ് ഓവറോൾ ഹെൽത്ത് തരുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഹെൽത്ത് ബാലൻസർ മാറിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ആരോഗ്യ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലേ, നമ്മളിന്ന് ഒരുവിധ ആൾക്കാരൊക്കെ ഇന്ന് ഫേസ് ചെയ്യുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ, അവ ഏതൊക്കെയാണെന്നും അതിനെങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉപകാരപ്പെടുന്നതും നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെ? പ്രമേഹം നമുക്കറിയാം, ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രമേഹം വന്നുകൊണ്ടിരിക്കുക. ഭാവിയിലൊക്കെ ഒരു 2-3 വർഷം കൊണ്ട് തന്നെ 4 പേരിൽ ഒരാൾക്ക് പ്രമേഹം വരുന്നെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ അതും കേരളത്തിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പ്രമേഹത്തിനെ നമുക്കൊന്ന് വരുതിക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ഹെൽത്ത് ബാലൻസർ ഉപകാരപ്പെടും. ഓക്കെ, എന്താണ് പ്രമേഹം നമുക്കറിയാലോ, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ ദഹിപ്പിച്ച് അത് ചെറുകുടലിലെ വില്ലീസിലൂടെ ബ്ലഡിലേക്ക് എത്തുന്നുണ്ട് ഗ്ലൂക്കോസ് ആയിട്ട്. എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എനർജി, ഭക്ഷണത്തിലെ എനർജി ഗ്ലൂക്കോസ് ആയിട്ട് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ എനർജി, ഈ ഗ്ലൂക്കോസ് എല്ലാ കോശങ്ങളിലേക്കും എത്തണം. നാം പറഞ്ഞില്ലേ, കോശങ്ങൾ കൊണ്ടാണ് ടിഷ്യൂസും ഓർഗൻസ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാ ഓർഗൻസിലെയും കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസ് എത്തണം. അതിന് കറക്റ്റായിട്ട് സെല്ലുകളിലേക്ക് ഫോഴ്സ് ചെയ്ത് വിടുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ നമുക്ക് തരുന്നത് നമ്മുടെ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിലെ എക്സോക്രൈൻ, എൻഡോക്രൈൻ 2 സെക്ഷൻ ഒരു സെക്ഷനാണ് ബീറ്റ കോശങ്ങൾ എന്ന് പറയും, അല്ലെ? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നൊരു കോശ സമൂഹമുണ്ട്. അതിൽ ബീറ്റ കോശങ്ങളാണ് നമുക്ക് ഇൻസുലിൻ തരുന്നത്. ഈ ഇൻസുലിൻ തരുന്ന ബീറ്റ കോശങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് ഡാമേജ് വന്ന് ഇൻസുലിൻ തരുന്നതിന്റെ പവർ കുറയുന്ന ഒരു അവസ്ഥയിൽ രക്തത്തിൽ എത്ര നമ്മൾ ഭക്ഷണം കഴിച്ചുള്ള ഗ്ലൂക്കോസ് എത്തിയോ അതിനെ കംപ്ലീറ്റ് സെല്ലുകളിലേക്ക് ഫോഴ്സ് ചെയ്ത് വിടാൻ പറ്റുന്ന അത്രയ്ക്ക് ഇൻസുലിൻ വരാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പാൻക്രിയാസ് തരാത്തൊരവസ്ഥയിൽ ബ്ലഡിലൂടെ ഈ ഗ്ലൂക്കോസ് ഒഴുകിക്കൊണ്ടിരിക്കും, സെല്ലുകളിലേക്ക് എത്തുകയില്ല. ആ ഒരു അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഈ ബീറ്റ കോശങ്ങളെ റീജനറേറ്റ് ചെയ്യാനും പാൻക്രിയാസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇൻസുലിന് പവർ കൂട്ടാനും സാധിക്കും. പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഹെൽത്ത് ബാലൻസർ. അടുത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമാണ് പൈൽസ് എന്ന് പറയില്ലേ, ഹെമറോയിഡ്സ്, അർസസ് ഒക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു പ്രശ്നം. ഈ പൈൽസ് അല്ലെങ്കിൽ ഫിസ്റ്റുല എന്നൊക്കെ പറയില്ലേ, 2-3 സെക്ഷൻ ഉണ്ട്. പ്രധാനപ്പെട്ട പൈൽസ് ആണ്, ഹെമറോയിഡ്സ് അല്ലെ അർസസ് പറയുന്നത്. ഈ പൈൽസിനെ കൺട്രോൾ ചെയ്യാനും അതിനെ ലഘൂകരിക്കാനും ഹൈ റിസൾട്ട് തരാനും നമ്മുടെ ഹെൽത്ത് ബാലൻസറിന് സാധിക്കുന്നുണ്ട്.
ഇപ്പൊ പൈൽസ് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ, നമ്മളെ മലദ്വാരത്തിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, ഞരമ്പുകൾക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ് അല്ലെ. അപ്പൊ മലദ്വാരത്തിന്റെ ഉള്ളിലുണ്ടാവും, ഉള്ളിലുണ്ടാവും, ഇന്നറിലും ഔട്ടറിലും ഉണ്ടാവുന്നുണ്ട് പൈൽസ്. ഇന്നർ ലെയറിലും മലദ്വാരത്തിന്റെ അകത്ത് ഞരമ്പുകളുണ്ട്, രക്തക്കുഴലുകൾ, അതിന് വീക്കം വന്ന് അത് പൊട്ടുന്നൊരു അവസ്ഥ വരും. വീക്കം വന്നിട്ട് അത് വീർക്കുന്നൊരു അവസ്ഥ, ആ അവസ്ഥയാണ് പൈൽസ് എന്ന് പറയുന്നത്. അത് പിന്നെ അത് രണ്ടു തരം പൈൽസ് ഉണ്ട് അല്ലെ. ഒന്ന് ഇന്റേണൽ ഹെമറോയിഡ്സ് പറയും, ഇന്റേണൽ ഹെയർ, അത് ഞാൻ ഈ പറഞ്ഞത് മലദ്വാരത്തിന് അകത്ത് വരുന്നതാണ് ഇന്റേണൽ പൈൽസ്. പിന്നെ എക്സ്റ്റേണൽ വരുന്നത് മലദ്വാരത്തിന് പുറത്ത് ദശകളിൽ വരുന്ന വീക്കം, അങ്ങനെ വരാറുണ്ട്. അത് പുറമെ കാണുന്നത് പൈൽസ് ആണ്. അത് തടിച്ചു വീങ്ങി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കല്ല ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരു അവസ്ഥയൊക്കെ പല ആൾക്കാരും അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ 100ൽ 30 പേർക്കും ഈ പൈൽസിന്റെ പ്രശ്നമുണ്ടെന്നാണ് കണക്ക്. അതിൽ 10 പേരെ, 100, 10, 30 പറഞ്ഞ 30%, അതിൽ 10% പേരൊക്കെ അത് ഡോക്ടറെ കണ്ടിട്ട് ഇത് പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ ചമ്മല് നാണക്കേട് കൊണ്ടൊക്കെ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. ഇതൊരു വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി ചേരുകയാണ്. ഓക്കെ, അപ്പൊ ഈ പൈൽസ്, ഇന്റേണൽ പൈൽസ്, ഇപ്പൊ മലദ്വാരത്തിനകത്തുള്ള പൈൽസ്, ഈ വീക്കം, ഞരമ്പിന് വീക്കം കൂടി വന്ന് അവസാനം ചിലപ്പോൾ അത് പുറത്തേക്ക് വരാറുണ്ട്. മറ്റേ നമ്മൾ ടോയ്ലറ്റൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് നമുക്ക് തള്ളി വെക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പല ആൾക്കാരും സീരിയസ് ആയിട്ട് എത്താറുണ്ട്. ഔട്ടർ ലെയറിലാണെങ്കിലോ നമുക്ക് ഇരിക്കാനും പറ്റാത്തൊരു അവസ്ഥ, അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്കും ഈ എക്സ്റ്റേണൽ പൈൽസ് വരാറുണ്ട്. ഇതെല്ലാം വരാൻ കാരണം എന്താണ്? പ്രധാനപ്പെട്ട ഒരു കാരണം മലബന്ധം തന്നെയാണ്. മലബന്ധമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം നമ്മൾ ചെറുകുടലിൽ വെച്ച് നമ്മുടെ രക്തത്തിലെ എല്ലാ സത്തും, നമ്മുടെ ഭക്ഷണത്തിലെ സത്തൊക്കെ ചെറുകുടലിൽ വെച്ച് വില്ലീസ് മുഖേനം മറ്റേ രക്തത്തിലേക്ക് പോകും. ബാക്കി വരുന്ന വേസ്റ്റ് വൻകുടലിലേക്ക് വരും. വൻകുടലിൽ അത് 24 hours കൊണ്ട് നമുക്ക് അത് ഔട്ടറിലേക്ക് പോകണം. സ്റ്റൂൾസ് നമ്മൾ പുറത്ത് കളയണം. അല്ലാതെ എന്നുണ്ടെങ്കിൽ അവരിരുന്ന് വെള്ളം വലിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ള വെള്ളം വൻകുടലിൽ നിന്നിട്ട് ശരീരം വലിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അത് ശരിക്കും മലബന്ധമുള്ള ആൾക്കാർക്ക് പിന്നെ ടൈറ്റായി പോയി അത്. പിന്നെ അത് നമ്മള് ടോയ്ലറ്റിൽ ഇരിക്കുന്ന പുറത്തേക്ക് പോകുന്ന സമയത്ത് കട്ടിയായി പോകുമ്പോൾ ആ ഞരമ്പുകൾക്ക് അത് ഞരമ്പില് പോറലുണ്ടാക്കും, അവ ഇൻഫ്ലമേഷൻ വരുത്തുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പൈൽസ് കൂടുന്നത്. പിന്നെ ഓവർ ടെൻഷൻ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും ഈ പറയുന്ന മലബന്ധം, ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഞരമ്പുകൾ വീർത്തു വരുന്നതും മലദ്വാരത്തിൽ പ്രശ്നം വരുന്നതും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മലബന്ധം നമുക്ക് കറക്റ്റ് ആക്കാൻ, മലബന്ധം ഒഴിവാക്കാനും ശോധന പ്രക്രിയ കറക്റ്റ് ആക്കാനും, അതായത് ദഹന പ്രക്രിയ കറക്റ്റ് ആക്കാനൊക്കെ നമ്മുടെ ഹെൽത്ത് ബാലൻസർ എന്ന പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ പറയുന്ന പൈൽസ് എന്ന വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പരിഹാരം തരുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പൈൽസിന് നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയും. ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് പറയാല്ലേ, ഈ നെഞ്ചരിച്ചില്, പുളിച്ചു തേക്കിട്ടല്, അല്ലെ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ പല ആൾക്കാര് അനുഭവപ്പെടുന്നുണ്ട്. ഗ്യാസ്ട്രൈറ്റിസ് എന്താണ്? ഗ്യാസ്ട്രൈറ്റിസ് വരാൻ കാരണം ഇപ്പൊ ഈ അൾസർ ഒക്കെ അതിന്റെ അനുബന്ധം കൊണ്ട് വരുന്ന കേട്ടോ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വായിൽ സലൈവോട് ചവച്ചരച്ച് അന്നനാളത്തിലൂടെ അത് ആമാശയത്തിലെത്തും. അന്നനാളത്തിന്റെ അറ്റത്ത് ഇസോഫാഗസ് പറഞ്ഞ ഒരു മസിൽ ഉണ്ട്. ആ മസിൽ തുറന്നു കൊടുത്ത് നേരെ ആമാശയത്തിലേക്ക് വരും ഭക്ഷണം. ആമാശയത്തിൽ വന്നു കഴിഞ്ഞാൽ 70% ആമാശയത്തിൽ വെള്ളമുണ്ട്, നമുക്കറിയാൻ പറ്റും. അപ്പോ ഈ ആമാശയത്തില് എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ആ ഭക്ഷണം ദഹിപ്പിക്കാൻ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊരു എൻസൈം ഉണ്ട്. അത് ആമാശയത്തിന് ഇന്നർ ലെയർ, 3 ലെയർ ഉണ്ടായാലും ഇന്നർ ലെയർ എന്നാണ് ഇത് ചുരത്തി തരുന്നത് നമുക്ക്, ഭക്ഷണത്തിന്റെ അത് ദഹിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റേ ഹൈഡ്രോക്ലോറിക് ആസിഡ് അത് തരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ ഡൈജസ്റ്റീവ് ജ്യൂസ്, ലിവർ, പിത്തരസം അവിടേക്ക് കൊണ്ടുതരുന്നുണ്ട്. പാങ്ക്രിയാസ് ദഹനരസം തരുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ ഫുഡ് അവിടെ ദഹിച്ചു വരുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ പല രീതിയിലുള്ള ആ സമയത്തുള്ള ഹെവി ഫുഡ് കഴിക്കുന്നു, രാത്രിയിലും പാതിരാത്രിക്കൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്നു, പല സമയത്തും അങ്ങനെ കഴിക്കുന്നു. തോന്നിയ പോലുള്ള ഫുഡുകൾ, അസിഡിറ്റി, അതായത് പാക്കറ്റ് ഫുഡ്, ടിൻ ഫുഡ്, പ്രിസർവേറ്റീവ്സ് കൂടിയ ഫുഡ്, ഇതൊക്കെ സ്ഥിരം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന സമയത്ത് നമ്മുടെ മറ്റേ ദഹനത്തിന്റെ വേരിയേഷൻ വരികയും, പ്രത്യേകിച്ചും അമിത മദ്യപാനം ഉള്ളവർക്ക് പറയും വേണ്ട. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് പ്രശ്നം. അങ്ങനെ വരുന്ന സമയത്ത് ഭക്ഷണം ആമാശയത്തിൽ എത്തുന്ന സമയത്ത് അതിന്റെ ആസിഡിന് വേരിയേഷൻ വരികയും പ്രശ്നങ്ങൾ വരുന്നു തുടങ്ങുകയും ചെയ്യും. മാത്രമല്ല ഈ
ആമാശയം അന്നനാളം കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു മറ്റേ സ്പ്രിംഗർ എന്ന് പറഞ്ഞൊരു മസിൽ ഉണ്ട്. ഈ മസില് ആമാശയത്തിൽ ഭക്ഷണം എത്തി ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ദഹിക്കുന്ന സമയത്ത് ഈ സ്പ്രിംഗ്ലർ എന്ത് ചെയ്യണം, ഈ മസിൽ ടൈറ്റ് ആവും. ടൈറ്റ് ആവുന്നതെന്ന് വെച്ചാൽ തിരിച്ച് ഭക്ഷണം ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയാ, ആസിഡ് അടക്കമുള്ളതാണ്. ഇത് തിരിച്ച് മുകളിലേക്ക് കയറാൻ പാടില്ല, അതിനാണ് ടൈറ്റ് ആവുന്നത്. എന്നാൽ ആ ടൈറ്റ്നെസ് ഇങ്ങനെ കുറെ ദുശീലങ്ങൾ കൊണ്ട് അത് ടൈറ്റ്നസ് മാറിപ്പോകും, ലൂസായി മാറുന്നൊരവസ്ഥ. ഓക്കെ, ചിലപ്പോൾ അതിന് പോഷണം കിട്ടാതെ ആവാം. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡൈജസ്റ്റീവ് ജ്യൂസ്, ആസിഡ് ഉള്ള ഈ ഫുഡ് നേരെ മുകളിലേക്ക് കയറും, നേരെ തിരിച്ചു മുകളിലേക്ക് കയറുകയാണ്, അന്നനാളത്തേക്ക് തിരിച്ചു കയറും. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ നെഞ്ചരിച്ചില്, ഹാർട്ട് ബേൺ, കുളിച്ച് തേക്കട്ടില്, മറ്റേ ഛർദി വരുന്നത്, ഇങ്ങനെ കുറെ അത് ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു തൊണ്ടയിൽ വരെ എത്തിക്കഴിഞ്ഞാൽ ലങ്സിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതായത് ശ്വാസനാളിയിൽ കൂടി ഇങ്ങനെ നമുക്ക് ന്യൂമോണിയ പോലെ പ്രശ്നം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ വരുന്നുണ്ട്. കുളിച്ചു തേക്കട്ടില്, ഗ്യാസും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് ഈ സ്പ്രിംഗ്ലറിന്റെ മസിൽ സ്ട്രോങ് ആവണം, രണ്ട് ആസിഡിന്റെ വേരിയേഷൻ കമ്മിയാക്കണം, കറക്റ്റ് ആക്കണം. ഇതിന് പറ്റിയൊരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ. അതുപോലെ തന്നെ നമുക്ക് അൾസർ എന്നൊരു വലിയ പ്രശ്നമുണ്ട് അല്ലെ. അൾസർ എന്ന് വെച്ചാൽ കുടൽപുണ്ണ്. നമ്മൾ ആമാശയത്തിലാണ് ആദ്യം ഉണ്ടാവുക. നമ്മുടെ ആമാശയത്തില് ഹെലിക്കോബാക്ടർ ഫൈലോറി പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. ഇപ്പൊ ആള് ലേശം ബില്യന, നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. എച്ച് പൈലോറി എന്ന് പറഞ്ഞ ഹെലിക്കോബാക്ടർ ഫൈലോറി ചീത്ത ബാക്ടീരിയയാണ്. ഇത് ആമാശയത്തിൽ വളരാൻ നമ്മൾ അനുഭവം, അതായത് പുകവലി, മദ്യപാനം, ഈ അസമയത്തുള്ള തോന്നി പോലുള്ള ഫുഡിങ്, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളോ അതെല്ലാം കൂടി നമ്മുടെ ടെൻഷൻ കൂടിയ ആൾക്കാർക്ക് പറ്റൂട്ടോ. ടെൻഷൻ എല്ലാത്തിനും ഒരു കാരണം തന്നെയാണ്. അങ്ങനെ എന്ത് ചെയ്യും, ഈ പറയുന്ന എച്ച് പൈലോറി ധാരാളം വളരാൻ നമ്മൾ അവിടെ വളം കൊടുക്കുകയാണ് ആമാശയത്തിൽ. അപ്പൊ ആമാശയ ഭിത്തിയില് മ്യൂക്കസ് എന്നൊക്കെ പറയില്ലേ, ആ ലെയറില് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് തരുന്ന ആ ലെയറിൽ പോയിട്ട് ഈ എച്ച് പൈലോറി അധികമായി കഴിഞ്ഞാൽ അവിടെ കുത്തി വ്രണം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. അതാണ് നമുക്ക് ഈ അൾസർ എന്ന് പറയുന്നത്, ആ പുണ്ണ് വരുന്നത്. അവിടെ പൊളിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുണ്ണ്, ഞാൻ സിമ്പിൾ ആയിട്ടാ പറയുന്നത് കേട്ടോ, സയൻസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ വരുന്നതാണ് ഈ നമ്മുടെ സ്റ്റൊമക് അൾസർ എന്ന് പറയും, ആമാശയ പുണ്ണ്. ഇത് കൂടിക്കഴിഞ്ഞാൽ നേരെ കുടലിന്റെ തുടക്കത്തിലേക്ക് ഇറങ്ങും. ഡിയോനില്ലേ, പക്വാശയം ചെറുകുടലിന്റെ അവിടേക്ക് വരും. അപ്പൊ കുടൽ പുണ്ണായി. അത് ഭാവിയിൽ ചിലപ്പോൾ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിക്കാം. അപ്പൊ ഈ ഹെലിക്കോബാക്ടർ ഫൈലോറിനെ എലിമിനേറ്റ് ചെയ്യാനും നമ്മുടെ ഈ അൾസറിന് ഒരു വറുതി വരുത്താനും നമ്മുടെ ഈ ഹെൽത്ത് ബാലൻസറിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾ അനുഭവപ്പെടുന്ന കുറച്ച് പ്രശ്നങ്ങൾ, യൂട്രസിലെ കംപ്ലൈന്റുകൾ, ഗർഭാശയത്തിൽ വരുന്ന കുറെ പ്രശ്നങ്ങളാണ് അടുത്തത് പറയാനുള്ളത്. നോക്കൂ, ഇപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾ ആ സ്ലൈഡിൽ കാണുന്നുണ്ട്. ഒന്ന്, ഗർഭാശയ മേഖലയിലെ വേദന. ഗർഭാശയ മേഖലയിൽ അടിവയറിൽ വേദന വരുന്നു, അസാധാരണമായ യോനി സ്രാവ് വരാറുണ്ട് പല ആൾക്കാർക്കും, ക്രമരഹിതമായ ആർത്തവ ചക്രം, ചിലപ്പോൾ 20 ദിവസം കൊണ്ട് വരും, ചിലപ്പോൾ കുറച്ച് ദിവസം കൂടും, ആ മാസത്തിൽ 2 പ്രാവശ്യം വരുന്നു. അങ്ങനെയുള്ള കുറെ മറ്റേ മെൻസ്ട്രോസ് എന്താ പറയില്ലേ, ഒരു കറക്റ്റ് അല്ല, സൈക്ലിംഗ് കറക്റ്റ് അല്ലാത്തൊരവസ്ഥ. ഓക്കെ, പിന്നെ വരുന്നത് അസാധാരണമായ യോനി ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്നൊക്കെ പറയും നമ്മളല്ലേ, അസ്ഥിയുരുക്ക് എന്ന് പറയാം, അതല്ല വെള്ളപ്പോക്ക്, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അത് വരുന്നു, വലിയ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ആർത്തവ വേദന, ഈ ആർത്തവ വരുന്ന സമയത്ത് ഭയങ്കര വേദനയായിട്ടുള്ള പ്രശ്നങ്ങള്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടമാനം യൂറിൻ പാസ് ചെയ്യുന്ന ടെൻഡൻസി വരുന്നു. അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ട് ലൈംഗിക ബന്ധത്തിലൊക്കെ വേദന വരുന്നൊരു അവസ്ഥ. പിന്നെ അതിന് ആഫ്റ്റർ സെക്ഷൻ വരുന്ന നമുക്ക് രക്തസ്രാവം വരുന്നു, പല ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ അതൊക്കെ. പിന്നെ നീണ്ടു നിൽക്കുന്ന ആർത്തവം അല്ലെ, ധാരാളം ബ്ലഡ് പോകുന്ന ഒരു അവസ്ഥ, മെൻസസ് കറക്റ്റ് ആയിട്ട് ദിവസങ്ങൾ നീണ്ടു പോകുന്ന ഒരു അവസ്ഥ, വയറുവേദന, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഗർഭാശയമായിട്ട് നമ്മളെ സ്ത്രീകൾ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫൈബ്രോയിഡ്സ് എന്നൊരു പ്രശ്നമുണ്ട് അല്ലെ. ശരിക്കും ഫൈബ്രോയിഡ്സ് വരുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഫൈബ്രോയിഡ്സ് പറഞ്ഞാൽ ഗർഭാശയത്തിൽ വരുന്ന മുഴകൾക്കാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. ഗർഭാശയ ഭിത്തിയിലൊക്കെ വരാം. ഇന്റേണൽ ഫൈബ്രോയിഡ് ഉണ്ട്, അങ്ങനെ കുറെ കുറെ ഫൈബ്രോയിഡ് ഉണ്ട്, എല്ലാം കൂടി പറയാൻ പറ്റുന്നില്ല. പല ടൈപ്പ് ഫൈബ്രോയിഡ്സ് ഉണ്ട്, മുഴകൾ വരുന്ന സിസ്റ്റം. ഓക്കെ, ഫൈബ്രോയിഡ്സ് കുറച്ചൊക്കെ അത് നോൺ ക്യാൻസറബിൾ എന്ന് പറയാം, ക്യാൻസർ അല്ലാത്ത മുഴകളാണ് കേട്ടോ അത്. അതുകൊണ്ട് വലിയ പേടിക്കാനില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഒട്ടനവധി യൂട്രസ് സംബന്ധമായിട്ടുള്ള ഗർഭാശയ പ്രശ്നങ്ങൾ നമ്മുടെ സ്ത്രീകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്
എല്ലാത്തിനും പരിഹാരം തരുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ലിവറിന്റെ പ്രശ്നങ്ങളാണ്. ലിവർ, ഫാറ്റി ലിവറും ക്രോണിക് ലിവർ ഡിസീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലിവറിന്റെ പ്രശ്നങ്ങള്, ഫാറ്റി ലിവർ അല്ലെ, നമ്മൾ പറയും ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ഫാറ്റി ലിവർ ഇത് വലിയൊരു പ്രശ്നക്കാരൻ തന്നെയാണ് അല്ലെ ഫാറ്റി ലിവർ. എന്താണ് ഫാറ്റി ലിവർ? അതിന്റെ അർത്ഥത്തിലേ ഉള്ളൂ, ലിവറിൽ കൂടുതൽ ഫാറ്റ്, കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ. അതെങ്ങനെയാണെന്നും കൂടി പറയാം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പൊ കൊഴുപ്പ് കൂടിയ ഭക്ഷണം, നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും അതില് ഗ്ലൂക്കോസ്, ഞാൻ നേരത്തെ പറയാം, ഗ്ലൂക്കോസ് നമുക്ക് കിട്ടും എനർജിക്ക് വേണ്ടിയിട്ടാണ്. അത് എനർജി ആയിട്ട് കളയും. എന്നാൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതൽ എനർജി കിട്ടും. ആ എനർജീനെ കൊഴുപ്പാക്കിയിട്ട് ശരീരം സ്റ്റോർ ചെയ്യും. പിന്നീട് നമുക്കത് ഉപയോഗിക്കാനാണ്. എനർജി കൂടുതൽ വേണ്ട, അപ്പൊ വല്ല ഓട്ടം ചാട്ടമൊക്കെ ആണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എനർജി കൂടുതൽ വേണം. അപ്പൊ ഈ കൊഴുപ്പിനെ ഉരുക്കി അത് നമുക്ക് എനർജി ആക്കിയിട്ട് തരും. എന്നാൽ ഇത് ലിവറിന് ചുറ്റുമാണ് കൂടുതൽ, പല ഭാഗത്തും സ്റ്റോർ ചെയ്യാറ്, ലിവറിന് ചുറ്റുമാണ് കൂടുതൽ സ്റ്റോർ ചെയ്യാറ്. അത് കൂടുതലായ അമിതമായിട്ട് കൊഴുപ്പ് വന്നു കഴിഞ്ഞാൽ, എനർജി കൊഴുപ്പാക്കി കഴിഞ്ഞാൽ അത് ലിവറിന്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. ലിവർ കോശങ്ങളുടെ ഉള്ളിലായിട്ട് ലിവർ കോശങ്ങൾ. അപ്പൊ നമുക്കറിയാം, ഒരു ലിവർ ഒരു 1.5 കിലോ വെയിറ്റ് ഉണ്ട് നമുക്ക് അല്ലെ? അതിൽ ഏകദേശം 500 രാസപ്രവർത്തനം നടത്തുന്ന ഒരു ഓർഗനാണ് ലിവർ. ഇതിൽ 70% ഏകദേശം ലിക്വിഡാണ്, വെള്ളമാണ്, നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് കോശങ്ങളിലെ ഉള്ളില് ഈ ഫാറ്റ് അടിഞ്ഞു കൂടി തുടങ്ങിയാൽ പിന്നീട്, അപ്പൊ അതാണ് ഫാറ്റി ലിവറിന്റെ തുടക്കം. നമ്മൾ ഗ്രേഡ് 1 എന്നൊക്കെ പറയൂലേ, വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയും. എന്ന് കഴിഞ്ഞ് ഇത് അവിടെ കൂടി വരുന്ന സമയത്ത് ഈ ഫാറ്റ് കോശങ്ങൾക്ക് ചുറ്റും ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വന്നു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അത് ഗ്രേഡ് 2 ആയി, അത് കൂടി ഗ്രേഡ് 3 ആയി, പിന്നെ സിറോസിസ് പോലെ അവസ്ഥയിലേക്ക് പോലും എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ സിറോസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തി? ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. സിറോസിസ് ഉണ്ട്, ഗ്രേഡ് 1, 2 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂസ് ഒക്കെ നശിച്ചു തുടങ്ങുന്നു. ലിവറിന്റെ ഫങ്ഷന് അവതാളത്തിലാകുന്നു. അതൊരു ചകിരി പോലെയൊക്കെ ആവാൻ തുടങ്ങും, ഡ്രൈനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ലിവറിൽ വന്നു തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 500-ലധികം രാസപ്രവർത്തനം നടത്തുന്ന ഒരു ഓർഗനാണ് ലിവർ അല്ലെ? അപ്പൊ ഇതില് 2 തരം അല്ലെ ഈ ലിവർ, ഫാറ്റ് ലിവർ അല്ലെങ്കിൽ സിറോസിസ് ഒക്കെ ഉണ്ട്. ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ അല്ലെങ്കിൽ സിറോസിസ് എന്ന് പറയും, 2 ആൽക്കഹോളിക് എന്ന് പറയും. അതായത് അമിത മദ്യപാനമാണ് ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈ ലിവർ സിറോസിസിലേക്ക് എത്തുന്നതും ഫാറ്റ് ലിവർ കൂടി എത്തുന്നതും. ഓക്കെ, ലിവർ സിറോസിസ് എത്തുന്നത്. രണ്ടാമത് നോൺ ആൽക്കഹോളിക് ആണ്, മദ്യപിക്കാത്ത ആൾക്കാർക്കും വരാറുണ്ട്. അത് പല പ്രശ്നങ്ങളാണ് കേട്ടോ. അതായത് ടെൻഷൻ കൂടുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഈ കൊഴുപ്പടങ്ങിയ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ പിന്നെ പാരമ്പര്യമായിട്ടുണ്ടാവും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ പറയുന്ന കൊഴുപ്പ്. അതായത് കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാലാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് ശരീരത്തില്. കൊഴുപ്പ് കൂടാതെ നോക്കണം നമ്മള്. അതും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ഈ പല കാരണം കൊണ്ട് നമുക്ക് ഈ പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ കുറെ പ്രോബ്ലംസും ഉണ്ട്. അതായത് ഇപ്പൊ മദ്യം കഴിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയാം. നമ്മൾ മദ്യം കഴിക്കുമ്പോൾ, അമിതമായിട്ട് മദ്യം കഴിക്കുമ്പോൾ ഈ പോകുന്ന ആൽക്കഹോൾ കൂടിയ വിഷമാണ്, നമുക്കറിയാലോ. ഈ ആൽക്കഹോള് ലിവറാണ് വലിച്ചെടുക്കുന്നത്. ഈ വിഷം ലിവർ വലിച്ചെടുത്ത് അതിനെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളമൊക്കെ മറ്റേ കൺവേർട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്ത് കളയും. അതായത് നമ്മുടെ അസിഡിക് ആസിഡ് എന്നും പറയും, അസിഡിക് ആസിഡ് അങ്ങനെ മാറ്റിയെടുക്കും. എന്നിട്ട് അതിനെ ശുദ്ധീകരിച്ച് കളയും. എന്നാൽ അമിതമായിട്ട് കഴിഞ്ഞാൽ ഈ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടി ഫാറ്റ് ലിവറൊക്കെ വന്ന് അങ്ങനെ സിറോസിന്റെ വക്കിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കില്ല. അങ്ങനെ കുറെ പ്രോബ്ലംസ് ലിവറിന് വന്നു തുടങ്ങും. അതിനുശേഷം വരുന്ന വേസ്റ്റ് ബ്ലഡിലേക്ക് തട്ടി കിഡ്നിക്ക് പറ്റാതെ ആവും. പ്രത്യേകിച്ചും ഉപ്പിന്റെ അംശമൊക്കെ നമ്മൾ ലിവർ ശുദ്ധീകരിച്ച് ഉപ്പിന്റെ അംശമൊക്കെ ബ്ലഡിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് നേരെ പോണ കിഡ്നിയിലേക്കാണ്. കിഡ്നിയാണ് ശുദ്ധീകരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ, ലിവറിന്റെ അവസ്ഥ വന്നാൽ അത് കിഡ്നിയും ബാധിക്കും. കിഡ്നിക്ക് ഈ സാൾട്ടഡ് ബ്ലഡിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവും. ഇതൊക്കെ ലിവർ ഡാമേജ് ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. നീർക്കെട്ട് ഉണ്ടാവാറില്ലേ? നമുക്ക് കണ്ടിട്ടില്ലേ? വയറ് വീർത്ത് വരും, വലിയ കുടവയറ് വരുന്നു, കാലിലൊക്കെ നീര് വന്നിരിക്കുന്നു. ഇതൊക്കെ ലിവർ കംപ്ലൈന്റ് ആവുന്ന ലക്ഷണങ്ങളാണ്.
ഓക്കെ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ആ ആഫ്റ്റർ ഇഫക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ അധികം പറയുന്നില്ല. ആഫ്റ്റർ ഇഫക്റ്റ് മറ്റുള്ള ഓർഗൻസിനെ കൂടി ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ബാധിക്കും. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ മരണത്തിൽ പോലും അടിമപ്പെട്ടെന്ന് വരാം. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ് ഫാറ്റ് ലിവർ കൊണ്ട് തുടങ്ങുന്നത്. നമ്മളുടെ ഹെൽത്ത് ബാലൻസർ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന കൊഴുപ്പിനെ ലഘൂകരിക്കാനും മെൽറ്റ് ചെയ്ത് കളയാനും ലിവറിനെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും ലിവറിനെ ശക്തിപ്പെടുത്താനും നമ്മുടെ ഹെൽത്ത് ബാലൻസറിന് സാധിക്കും. അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ എക്സ്ട്രാക്റ്റിന്റെ പവർ തന്നെയാണ് ഇത്. അതൊരു കോഴ്സിലൂടെ നമുക്ക് ലിവറിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ. ഓക്കെ, ഇനി വരുന്നത് വേരിക്കോസിന്റെ പ്രശ്നങ്ങളാണ് അല്ലെ. ഇന്ന് ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ 10 ലക്ഷം ഒന്നും അല്ലാട്ടോ, ആവറേജ് കണക്കാണ്. 10 ലക്ഷത്തോളം വ്യക്തികൾ വേരിക്കോസുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ വേരിക്കോസ്? എപ്പോഴും കാലിലാണ് ഏറ്റവും കൂടുതൽ വേരിക്കോസിന്റെ പ്രശ്നം വരാറുള്ളത്. എന്താണ് വേരിക്കോസ്? വേരിക്കോസ് എന്ന് പറഞ്ഞാൽ അവിടെ വെയിൻ അല്ലേ, വേരിക്കോസ് വെയിൻ എന്ന് എഴുതിയിട്ടുണ്ട്. വെയിനിൽ, അതായത് സിരകളിൽ വരുന്ന ബ്ലഡ് ടൈറ്റായി നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് വേരിക്കോസ് എന്ന് പറയുന്നത് അല്ലെ. വേരിക്കോസ് ഇത് ഞാൻ പറയണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ രക്തക്കൊഴലുകൾ 2 ടൈപ്പ് ഉണ്ടല്ലോ. ഒന്ന് ധമനികൾ, 3 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് നമ്മൾ എടുത്താൽ മതി. ഒന്ന് ആർട്ടറീസ് ധമനികള്, 2 വെയിൻസ്, അതായത് വേരിക്കോസ് വെയിൻസ് ആയത് വെയിൻ സിരകൾ എന്ന് പറയും. അപ്പൊ നല്ല രക്തം പോകുന്ന ആർട്ടറിയിൽ അല്ലെങ്കിൽ ധമനികളിൽ വേരിക്കോസ് വരില്ല. അശുദ്ധ രക്തം തിരിച്ചു കൊണ്ടുവരുന്ന, ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഞരമ്പുകൾ, അത് ആ വെയിൻസ്, അതാണ് സിരകൾ. അതിലാണ് പ്രശ്നം വരുന്നത്. പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് കേട്ടോ. ഇത് മെയിൻ ആയിട്ട് എന്റെ കാരണം കൂടി എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ വരുന്നു എന്നുകൂടി പറയാം. അതായത് ഇപ്പൊ നമ്മുടെ കാലിലാണല്ലോ ഏറ്റവും കൂടുതൽ വേരിക്കോസ് കാണാറ്. കാലില് വേരിക്കോസ് പല ടൈപ്പ് ഉണ്ട്. 1, 2, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നൊക്കെ പറയാറുണ്ട്. ആദ്യം എന്താണ് അതൊന്ന് പറയാം. ആദ്യം നമുക്ക് എങ്ങനെ വരുന്നു എന്ന് പറയാം. അതായത് നമ്മുടെ ഇപ്പൊ എക്സാമ്പിൾ കാലിൽ തന്നെ എടുക്കാം. ഇപ്പൊ കാലിന്റെ ഏറ്റവും താഴ്ഭാഗം അടിഭാഗത്തേക്ക് ഹൃദയത്തിൽ നിന്നും ബ്ലഡ് എത്തിക്കാൻ അല്ലെ, ബ്ലഡ് എത്തും, പക്ഷെ തിരിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ഫോഴ്സ് വേണം അല്ലെ. ഇപ്പൊ ബ്രെയിനിലേക്ക് ആണെങ്കിൽ നമുക്കത് ഗ്രാജുവലായിട്ട് പൊക്കോളൂ ഹൃദയത്തിലേക്ക്. ഇത് താഴേത് മുകളിലേക്ക് വലിച്ചു കയറ്റണ്ടേ, ഹൃദയം ഫോഴ്സ് എടുത്ത് കയറ്റണം. അതിന് പ്രത്യേക ഫോഴ്സ് സിസ്റ്റം ഒന്നുമില്ല. അപ്പൊ ശരീരം ഓട്ടോമാറ്റിക് എന്താ ചെയ്യുന്ന അറിയോ? ഇപ്പൊ കാലിന്റെ അടിഭാഗത്തുനിന്ന് നല്ല രക്തം ഞരമ്പുകളിൽ പോയി, പിന്നെ ആർട്ടറീസുള്ള ധമനികളിൽ പോയി എല്ലാവർക്കും ഓക്സിജനും ഫുഡൊക്കെ കൊടുക്കും കോശങ്ങൾക്ക്. ഈ കോശം പുറത്തേക്ക് തള്ളുന്ന വേസ്റ്റ് അത് സിരകളോട് ഞാൻ തിരിച്ചു വരിക, കാർബൺ ഡൈ ഓക്സൈഡും മറ്റെല്ലാം അത് കയറ്റി കൊണ്ടുവരുന്ന വാൾവുകൾ ഉണ്ടല്ലോ, സിരകള്. ഈ സിരകളിൽ വാൾവുകൾ ഉണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പൊ കുറച്ച് രക്തം മുകളിലേക്ക് കയറി ഞരമ്പിലൂടെ, അത് വീണ്ടും താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പൊ തന്നെ ലക്ഷക്കണക്കിന് വാൾവുകൾ ഉണ്ട് ഓരോ ഞരമ്പിലും. ഒരു വാൾവിന് കുറച്ച് രക്തം കയറി ആ വാൾവ് അടയും, പിന്നെ താഴേക്ക് പോലില്ലോ, അടുത്ത ഫോഴ്സിലും മുകളിലേക്ക് കയറും, അടുത്ത വാൾവ് അടയും. അങ്ങനെയാണ് മുകളിലേക്ക് സെക്കൻഡ്സിനുള്ളില് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വെയിനിലൂടെ സിരകളുടെ അശുദ്ധ രക്തം തിരിച്ചെത്തുന്നത്. എന്നാൽ ഈ പ്രായം കൂടും തോറും, പ്രായം മാത്രമല്ല പ്രശ്നം, ഒരു കാരണം പ്രായം തന്നെയാണ് അത്. പിന്നെ അമിതവണ്ണം പ്രശ്നക്കാരാണ്. അപ്പൊ ഈ പ്രായം കൂടുന്തോറും ഈ വെയിൻസ് ഇല്ലേ, സിരകൾക്ക് ശക്തി കുറയും. ശക്തി കുറയുന്ന സമയത്ത് ഈ വാൾവുകൾക്ക് ഡാമേജ് വന്നു തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സിരകളില് വാൾവിന് പ്രശ്നം വരും. ബ്ലഡ് അവിടെ, വാൾവ് അടഞ്ഞ് ബ്ലഡ് അവിടെ ക്ലോട്ട് ചെയ്ത് കിടക്കും. അതങ്ങനെ കടന്ന് വളഞ്ഞ് ഞരമ്പ് പുറത്തേക്ക് തടിച്ച് കാണാം. അതാണല്ലോ വേരിക്കോസ്. അങ്ങനെ ഒരു പ്രശ്നം. അത് പ്രായം മാത്രമല്ല, അമിത വണ്ണമുള്ള ആൾക്കാരിൽ വേരിക്കോസ് വരാറുണ്ട്. അമിത വണ്ണം പറയുമ്പോൾ പ്രസ്സിങ്, അതിന്റെ എന്താ കംപ്രസ് എന്ന് പറയില്ലേ, കാലിക്ക് കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് ഞരമ്പുകൾക്ക് തകരാറ് വരുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് നമുക്ക് വേരിക്കോസ് വരാറുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ, പാരമ്പര്യമായിട്ട് വേരിക്കോസ് വരാറുണ്ട്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കൊണ്ട് വേരിക്കോസ് വെയിൻ വരാറുണ്ട്. പിന്നെ മാത്രല്ല, ഈ നിശ്ചലമായി നിൽക്കുന്ന ആൾക്കാരില്ലേ, ഇപ്പൊ ജോലി, ഇപ്പൊ എക്സാമ്പിൾ നിന്നുകൊണ്ട് അധികം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കാലിൽ അധികം പ്രസ്സിങ് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ കംപ്രഷൻ വരും, അവിടെ അങ്ങനെ വേരിക്കോസ് വരും കേട്ടോ. ഇങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ട് വേരിക്കോസ് വരും. ഇത് അത്ര ഡേഞ്ചറസ് ഒന്നല്ല, പക്ഷെ അത് ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ, ആദ്യം ചില ആൾക്കാർക്ക് തൊടയിലൊക്കെ ചെറിയൊരു നീല കളറിൽ ചെറിയ വര കാണാം, അത് തുടക്കമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അത് കുറച്ച് കട്ടി കൂടും,
അത് പിന്നെ എന്ത് ചെയ്യും, കാലിലേക്ക് നീര് വന്നു തുടങ്ങും. മൂന്നാമത്തെ സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും അപ്പൊ നമ്മുടെ കാലിലൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകും, നീര് വന്നിട്ട് കുഴിഞ്ഞു പോണ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ കാലിന്റെ ഈ വേരിക്കോസ് വന്ന ഭാഗത്തൊക്കെ ചെറിയ കറുത്ത കറുത്ത കുത്തുകൾ വന്നു തുടങ്ങും, ബ്ലഡിന്റെ പ്രശ്നം. അപ്പൊ നമുക്ക് ഫോർത്ത് സ്റ്റേജ് ആയി എന്നൊക്കെ പറയാം. പിന്നെ ഫിഫ്ത്ത് സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടുന്നൊരു അവസ്ഥയാണ്, വ്രണങ്ങളൊക്കെ വരുന്ന അവസ്ഥ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് അത് കൂടി കഴിഞ്ഞാൽ പഴുത്തു പോകുന്ന ഒരു അവസ്ഥ, ഇത് പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. എന്നാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് അതൊരു വരദാനമാണ്. ഹെൽത്ത് ബാലൻസർ എന്ന പ്രോഡക്റ്റ് ഒന്ന് വൂണ്ട് ഹീലിംഗ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. പെട്ടെന്ന് മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഹെൽത്ത് ബാലൻസർ. അപ്പൊ വേരിക്കോസ് കൊണ്ടുവന്നിട്ടുള്ള മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങില്ല, പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് അതിന് പെട്ടെന്ന് കരിച്ചു കളയാനും ഉണക്കി കളയാനും സാധിക്കും. വേരിക്കോസിന്റെ പ്രശ്നം സിരകൾക്ക് സ്ട്രെങ്തൻ ചെയ്യാനും വാൽവുകൾക്ക് സ്ട്രെങ്തൻ കൊടുക്കാനും കഴിവുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ. അങ്ങനെ നമുക്ക് വേരിക്കോസിന് ഹൈലി റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി പറയുന്ന അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ വയറിലെ പ്രശ്നങ്ങളാണ് അല്ലെ. വയറ് സംബന്ധമായിട്ട് നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരാറില്ലേ? അതായത് ദഹന പ്രശ്നങ്ങൾ വരാറുണ്ട് അല്ലെ, മലബന്ധം വരാറുണ്ട്, ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം എന്ന് പറയും, IBS, കുടലിന്റെ ഫ്ലെക്സിബിലിറ്റി കറക്റ്റ് ആവാത്തൊരവസ്ഥ. കുടലിന്റെ ഫ്ലെക്സിബിലിറ്റി കൂടി കഴിഞ്ഞാൽ ലൂസ് മോഷൻ, കുറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് വയറുവേദന, ചില ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലെക്സിബിലിറ്റി കൂടി കഴിഞ്ഞാൽ വയറിളക്കം വരും, ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ കുടലില് നല്ല ബാക്ടീരിയ വേണം. നമ്മുടെ പ്രൊഡക്റ്റ് നല്ല ബാക്ടീരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഹെൽത്ത് ബാലൻസർ നല്ല ബാക്ടീരിയ, ലാക്ടോബാസിലസ് ബൈഫ്ര പോലുള്ള ബാക്ടീരിയ നമ്മുടെ കുടലിൽ വരികയാണെങ്കിൽ, നല്ല ബാക്ടീരിയ വന്നാൽ ഈ ബോൾ സിൻഡ്രോം ഒക്കെ കറക്റ്റ് ആക്കും. അതിന് നല്ല നാരുകൾ വേണം, നാരുകൾ അടങ്ങിയ ഫുഡ്. നമ്മളെ പ്രൊഡക്റ്റ് നാരുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പ്രീബയോട്ടിക്സ് എന്ന് പറയും. അപ്പൊ നല്ലോണം നാരുകൾ നമ്മുടെ പ്രൊഡക്റ്റിൽ അടങ്ങിയത് കൊണ്ട് ഈ പ്രീബയോട്ടിക്സ് കൂടുതലാണ്. അങ്ങനെ നമുക്ക് പ്രോബയോട്ടിക്സ് കൂടുന്നു, നല്ല ബാക്ടീരിയ കൂടുന്നു, വയറിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഗുഡ് ബൈ പറയാം. മലബന്ധം കറക്റ്റ് ആക്കും, ശോധന കറക്റ്റ് ആക്കും, കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് ഒക്കെ നമുക്ക് പുറത്തു കളയാൻ പറ്റും. അങ്ങനെ നമുക്ക് വയറിലെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ. പിന്നെ വരുന്നതാണ് സ്കിൻ പ്രോബ്ലംസ് അല്ലെ, സ്കിൻ ഡിസീസ് എന്ന് പറയും. അതിൽ പ്രധാനപ്പെട്ട ഈ സോറിയാസിസ് പോലെ പ്രശ്നങ്ങൾ ഇല്ലേ, അതായത് സോറിയാസിസ്, എക്സിമ, പിന്നെ ചില ആൾക്കാർക്ക് വെള്ളപ്പാണ്ടൊക്കെ വരാറുണ്ടല്ലേ, പിന്നെ അതുപോലെ ഫംഗസ് അണുബാധകൾ, കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്, ചൊറിച്ചിലൊക്കെ വരാറുണ്ട്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ഇത് നമുക്ക് ഈ സോറിയാസിസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. സോറിയാസിസ് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗപ്രതിരോധ സിസ്റ്റം ഉണ്ട് അല്ലെ, WBC എന്നൊക്കെ പറയുന്നത്, വൈറ്റ് ബ്ലഡ് സെൽ രോഗപ്രതിരോധ തരുന്ന, അതായത് പടയാളികൾ എന്ന് പറയില്ലേ, പുറമെ അണുക്കൾ കയറാതെ നമ്മൾ തടയുന്ന പ്രതിരോധ ശക്തി. ഇവയ്ക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ കലകളെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചില സമയത്ത് വരാറുണ്ട്. അതിനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സോറിയാസ്. മറ്റുള്ള ഇന്റേണൽ ആണെങ്കിൽ ഇത് എക്സ്റ്റേണൽ ആണ്. ഇത് ഏറ്റവും കൂടുതൽ സോറിയാസിസ് വരുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് തൊലിപ്പുറത്താണ് കാണുന്നത്, ചർമ്മത്തിലാണ്. നമ്മുടെ മനുഷ്യരുടെ ഏറ്റവും വലിയ അവയവം ചർമ്മമാണ്. ചർമ്മത്തിലേക്കാണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വരുന്നത്. സോറിയാസിന്റെ ഒക്കെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരാം. മറ്റേ നമ്മുടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലൂടെ ഉണ്ടാകുന്ന ഈ പ്രശ്നമാണ് ശരിക്കും സോറിയാസിസ് എന്നുള്ളത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ കൺഫ്യൂഷൻ മാറ്റി കൊടുക്കുക, അവയെ സ്ട്രെങ്തൻ ചെയ്യുക, അതിനു വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുക. അതാണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ ചെയ്യുന്നത്. ഹെൽത്ത് ബാലൻസർ നമ്മൾ കഴിക്കുന്നത് കൂടി, ഈ ക്യാപ്സൂൾ നമ്മൾ കഴിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രതിരോധ ശേഷി ഉണരുകയും അവരെ കൺഫ്യൂഷൻ മാറ്റാനും ഓവർ ആക്ഷൻ മാറ്റാനൊക്കെ സാധിക്കുന്നു. സോറിയാസിസിന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അങ്ങനെ സ്കിൻ പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഇത്തരത്തിൽ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒറ്റ പ്രതിവിധി നമ്മുടെ ഹെൽത്ത് ബാലൻസാണ്. നോക്കൂ, അതുകൂടാതെ തന്നെ ഹെവി ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കേട്ടോ. കാരണം കരിഞ്ജീരകം, കരിനൊച്ചി, മറ്റേ കുറുന്തോട്ടി, കടുക്ക, ഇതെല്ലാം ഏറ്റവും കൂടുതൽ കൂവളം എല്ലാം കൂടി ആന്റി ഓക്സിഡന്റ് ആണെങ്കിൽ വിറ്റാമിൻസും മിനറൽസും ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇടവിട്ടുള്ള പനി വരാറില്ലേ,
ഉള്ളിലേക്ക് ബാക്ടീരിയ അണുക്കൾ കൂടുതൽ കയറുമ്പോൾ നമുക്ക് പനി വരാറ് അല്ലേ? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത് ഉള്ളിൽ അണുക്കള് കോടാനുകോടി ആയി കഴിഞ്ഞു. അവ 37 ഡിഗ്രിയിലാണ് ശരീരത്തിൽ കയറുന്നത്. നമ്മൾ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ഉള്ളിൽ ശ്വാസത്തിലൂടെ ഉള്ളിൽ പല ഭാഗത്തിലും ഉള്ളിൽ കയറും. അവയെ പെറ്റി പെരുകി നമ്മളെ നശിപ്പിച്ചു കളയും. അതിനു മുമ്പ് ബോഡി ടെമ്പറേച്ചർ 39 ഡിഗ്രി ഒക്കെ ആയി കഴിഞ്ഞാൽ ചൂട് കൂടും. ചൂട് കൂടി കഴിഞ്ഞാൽ 37 ഡിഗ്രിയിലെ അണുക്കൾ ജീവിക്കുള്ളൂ. 39 ഡിഗ്രി അതൊക്കെ ചത്തുപോകും, തോടുപൊട്ടി ചത്തുപോകും. അങ്ങനെ നമുക്ക് എല്ലാ ഉള്ളിൽ കയറുന്ന എല്ലാ തീട്ട അണുക്കളെ നശിപ്പിച്ച് കളഞ്ഞ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ പനിയിൽ നിന്ന് രക്ഷപ്പെടാം. അതിന് ഇടവിട്ടുള്ള പനി വരും. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഒരു അവസ്ഥയിൽ അണുക്കൾ ഉള്ളിൽ കയറി പനി വരും. ആ ഇടവിട്ടുള്ള പനി അതിനുശേഷം ജലദോഷം, റൈനോ വൈറസ് പോലുള്ള വൈറസിന്റെ ജലദോഷം വരുത്താറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയുള്ള അത് വരുമ്പോഴാണ് ഇപ്പൊ നമുക്ക് കഫക്കെട്ടൊക്കെ വരുന്നത്. ഇതിനെല്ലാത്തിനും നമുക്ക് റിസൾട്ടാണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ. ഓക്കെ, അതുപോലെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ ശ്വാസകോശം, ലങ്സ് സംബന്ധമായ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഹൈ റിസ്ക്, പ്രത്യേകിച്ചും ആസ്മ. നമ്മുടെ ഈ മറ്റേ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കില്ലേ, ശ്വാസനാളികൾ, ബ്രോങ്കീസ് എന്നൊക്കെ പറയില്ലേ, അതിൽ വരുന്ന മസിൽ ടൈറ്റ്നെസ്സിനൊക്കെ ഇത് ഭയങ്കര റിസൾട്ടാണ്. ആസ്മയ്ക്ക് സ്പീഡിൽ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വരില്ലേ ആസ്മ, ലങ്സിനകത്തുള്ള നീർക്കെട്ട്, അണുബാധ, ഇതിനൊക്കെ റിസൾട്ടാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. ഞരമ്പുകളെ ശക്തിപ്പെടുത്തും, അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു, എനർജി ലെവൽ വർദ്ധിപ്പിക്കുന്നു, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു, ബിപിക്കും ഇത് ഭയങ്കര റിസൾട്ടാണ്. സന്ധിവേദന, എല്ലുകൾക്ക് ബലം കൂട്ടൽ, ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട്. ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതെല്ലാം കുറച്ച് സ്ട്രെസ് കുറച്ച് ഹാപ്പി ലൈഫിലേക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയ്ക്കും. ഇങ്ങനെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ തരുന്ന ഒരു നമ്പർ 1 പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹെൽത്ത് ബാലൻസർ. അപ്പോൾ ഇത് നമ്മളെല്ലാവരും കഴിച്ചിരിക്കേണ്ടതാണ്. ഒരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമ്മള് അതിന് പ്രിവെൻഷൻ നൽകുന്ന ഏറ്റവും നല്ലത്, പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയാറുണ്ടല്ലേ. നമ്മള് ഒരു ആരോഗ്യ പ്രശ്നം അധികമില്ലെങ്കിലും ഈ പ്രൊഡക്റ്റ് എല്ലാവരും നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. ഇതിന്റെ ഡോസ് എന്ന് പറഞ്ഞാൽ 400 mg ഇറങ്ങുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 2 ക്യാപ്സ്യൂള് രാവിലെയും 2 ക്യാപ്സ്യൂള് വൈകുന്നേരം കഴിക്കുന്നതുകൊണ്ട് ഹൈ റിസൾട്ട് ആയിരിക്കും ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് കേട്ടോ. ഹൈ റിസൾട്ടിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒറ്റ കോഴ്സിലൂടെ നമുക്ക് ഇതെല്ലാം പരിഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹെൽത്ത് ബാലൻസർ നമ്പർ 1 പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഗ്രോമാർട്ട് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. എല്ലാവരും ആ ഉൽപ്പന്നം കഴിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തൊരു പ്രൊഡക്റ്റ്, ഇത് അടുത്ത പ്രൊഡക്റ്റിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എന്താണ്? ദി അൾട്ടിമേറ്റ് ബ്ലാക്കനിങ് ഹെയർ ഓയിൽ. അൾട്ടിമേറ്റ് ബ്ലാക്കനിങ് ഹെയർ ഓയിൽ. ഈ പ്രോഡക്റ്റ് അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ബ്ലാക്കനിങ്, നര, അകാല നരയ്ക്ക് അത്യുത്തമം എന്ന് പറയാം. ബ്ലാക്കനിങ്, മുടി കറുപ്പിക്കുക, അതിന്റെ ലക്ഷ്യം നാച്ചുറൽ ആയിട്ട്. ഓക്കെ, അപ്പൊ അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കൂ. നമ്മളല്ലേ സ്ത്രീകൾക്കൊക്കെ അറിയാൻ പറ്റൂലേ, വീട്ടമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. താളി ഉണ്ടാക്കുന്ന എന്തുകൊണ്ടൊക്കെയാണ്? ചെമ്പരത്തി കൊണ്ട് താളി ഉണ്ടാക്കാറുണ്ട് അല്ലെ, മുടിയിൽ തയ്ക്കാൻ. അതുപോലെ തന്നെ നീലാമരി, കേട്ടില്ലേ നീലാമരി. പിന്നെ അതുപോലെ തന്നെ കയ്യോന്നി, കറിവേപ്പില കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അല്ലെ, ഉഴിഞ്ഞ, ഉമ്മം, എല്ലാം അടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഇൻഗ്രീഡിയൻസിന്റെ ഒരു ബ്ലെൻഡിങ് ആണ് നമ്മുടെ ഈ അൾട്ടിമേറ്റ് ബ്ലാക്കനിങ് ഹെയർ ഓയിൽ. ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാട്ടോ. നോക്കൂ, ഇതില് മെയിൻ ആയിട്ട് നമ്മുടെ മുടിയെ സ്ട്രെങ്തൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. തലമുടിക്ക് വേണ്ട പോഷകം മാക്സിമം നൽകുകയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അത് നോക്കൂ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്ലെ, നമ്മുടെ മുടിയുടെ ഒരു ഘടനയാണ് കാണിക്കുന്നത്. നമ്മുടെ തലയോട്ടിയുടെ ഫ്രണ്ട്, നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഭാഗത്തിന് എപ്പിഡെർമിസ് എന്നാണ് പറയാ. അവിടെ എഴുതിയിട്ടുണ്ട് എപ്പിഡെർമിസ്. അത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ ലെയറാണ് ഡെർമിസ്. ഈ ഡെർമിസിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ മുടി തുടങ്ങുന്നത്. അവിടെ നോക്കൂ, അവിടെ ഹെയർ കോട്ടക്സ്, ഡെർമൽ പാപ്പിലേറ്റ് എല്ലാം ഉണ്ട് അവിടെ. ഈ മുടിക്ക് ജീവനുണ്ട്, മുടിക്ക് പോഷകം ചെല്ലണം. മുടി കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ ഡെഡ് കോശങ്ങൾ എന്ന് പറയില്ലേ, അതായത് വേദന അറിയിക്കില്ല. പല്ലിന്റെ ഇനാമല്, നഖം, ഈ മുടിക്കൊന്നും വേദന അല്ലെ, പൊട്ടിപ്പോയാലും കട്ടിയാലും അറിയില്ല. അങ്ങനത്തെ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാ പോഷകങ്ങളും കടക്കുറ്റിയിൽ ചെല്ലുന്നുണ്ട് ഞരമ്പിലൂടെ. അത് കറക്റ്റായിട്ട് എല്ലാ തരത്തിലുള്ള പോഷകങ്ങളോടെ എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2-3 പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഇതാണ്, ഇപ്പൊ ആ ചിത്രത്തിൽ നമ്മൾ എഴുതിയിട്ടില്ലേ, എന്താണ് എഴുതിയിട്ടുള്ളത്? മുടി കൊഴിച്ചൽ അല്ലെ, മുടി കൊഴിച്ചില് നമുക്കല്ലേ, നമ്മുടെ മുടി പ്രധാനപ്പെട്ടും
കുറെ ഐറ്റംസ് ഉണ്ട്. പ്രോട്ടീന്, അയണ്, അല്ലെ, ബയോട്ടിൻ, മറ്റേ ബയോട്ടിൻ വേണം, ഒമേഗ 3 ഫാറ്റി ആസിഡ്, വിറ്റാമിൻ ഡി ഒക്കെ വേണം നമ്മുടെ മുടി വളർച്ചയ്ക്ക്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രോട്ടീൻ തന്നെയാണ് കേട്ടോ. അപ്പൊ പ്രോട്ടീൻ കൂടുതൽ വേണം. പ്രോട്ടീൻ കൂടുതൽ മുടി നിർമ്മിച്ചത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്നതിന്റെ ലക്ഷണം മുടി കൊഴിച്ചിൽ കൂടി കഴിഞ്ഞാൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ദിവസം 50 മുതൽ 100 വരെ മുടികൾ കൊഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ മുടിക്ക് ഒരു ആയുസ് ഉണ്ട്. ഒരു 4 വർഷം 7 വർഷം ആ ഒരു ആയുസിലാണ് നമ്മുടെ ഒരു മുടി വളരുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും. അത് ഡെയിലി നമുക്ക് ആ ആയുസ് എത്തുമ്പോൾ ആ മുടി കൊഴിയും. ഒരു 50 തൊട്ട് 100 വരെ നമുക്ക് നോ ടെൻഷൻ. ഓക്കെ, ചീന്തുമ്പോൾ ചീർപ്പിലൊക്കെ മുടി ഒന്നും പേടിക്കണ്ട. എന്നാൽ 100 കണക്കിന് 200 300 400 ഒക്കെ മുടി ഒരു ദിവസം കൊഴിഞ്ഞാൽ അത് മുടി കൊഴിച്ചെന്ന് പറയാം, അല്ലെ? അത് പല കാരണം കൊണ്ടാ. സ്ട്രെസ്, ഓവർ ടെൻഷൻ വന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചില്. ചിലതരം അസുഖങ്ങൾ വരുന്ന ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ വരാറുണ്ട് കേട്ടോ. ഇപ്പൊ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ, നമ്മൾ കീമോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മുടി കൊഴില്ലേ, കുറെ ആഫ്റ്റർ മറ്റേ സൈഡ് എഫക്റ്റ് കൊണ്ടൊക്കെ വരാറുണ്ട്. പിന്നെ തൈറോയിഡിന്റെ പ്രശ്നം വന്നാൽ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ പ്രൊവൈഡ് ചെയ്യുന്ന തൈറോയിഡിന്റെ പ്രശ്നം വന്നാൽ വളർച്ചയെ ബാധിക്കും. അപ്പൊ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ വരാം. പിന്നെ നമുക്ക് പോഷകത്തിന്റെ കുറവ് തന്നെയാണ്. അപ്പൊ ഈ വക ഇരുമ്പ്, അതുപോലെ പ്രോട്ടീൻ ഒക്കെ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇത് വരും. അതുപോലെ ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ കേട്ടോ, DHT, ഇതൊക്കെ നമ്മുടെ തലയോട്ടിയിൽ കൂടുമ്പോഴാണ് നമുക്ക് കഷണ്ടി ഒക്കെ വരുന്നത് കേട്ടോ. അത് ടെൻഷൻ കൂടിയ ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ കഷണ്ടി ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. ചിത്രത്തിൽ കാണുന്ന പോലെ 40,000-ഓളം പ്രോട്ടീൻ കണികകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന് 29, അതായത് ടോട്ടൽ 20ഓളം അമിനോ ആസിഡുകൾ. അതിൽ 9 എണ്ണം, 20 എണ്ണത്തിൽ 9 എണ്ണം എസെൻഷ്യൽ അമിനോ ആസിഡാണ്. അത് ഫുഡിൽ തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോയാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുള്ളൂ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കുറെ ഐറ്റംസ് ഫുഡിൽ നിന്ന് കിട്ടണം. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ, അല്ലെ? നമ്മളിതൊക്കെ നോക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പൊ അതിനെല്ലാം നമുക്ക് ഒരു നിയന്ത്രണം വരണമെങ്കിൽ നമ്മുടെ ഈ മുടി കൊഴിച്ചില് മാറി മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എത്തിക്കാൻ നമ്മുടെ ഈ ബ്ലാക്കനിങ് ഹെയർ ഓയിലെ കണ്ടൻസിന് പറ്റും. ഇത് തലയോട്ടിയിൽ തേച്ച് പിടിക്കുന്ന സമയത്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് തലയോട്ടിയിൽ ആഴ്ന്നിറങ്ങി ഡെർമിസിൽ ചെന്ന് മുടിയുടെ കടക്കുറ്റിയിൽ ചെന്ന് ആവശ്യമുള്ള പോഷകങ്ങൾ കൊടുത്ത് മുടിയെ സ്ട്രെങ്തൻ ആക്കുന്നു, മുടി കൊഴിച്ചിൽ നമുക്ക് മാറ്റി തരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം ഗ്രേ ഹെയർ, നരച്ച മുടികളാണ്, അല്ലെ? തലമുടി അകാല നര, അല്ലെ? ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും മുടി നരച്ചു വരുന്ന ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ? മുടി നരയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ മുടിക്ക് കറുപ്പ് തരുന്നത് മെലാനോസൈറ്റിസ് എന്ന് പറയും. അതായത് മെലാനിൻ എന്നൊരു ഘടകമാണ് നമുക്ക് മുടിക്ക് കറുപ്പ് തരുന്നത്. നിങ്ങൾ കണ്ടില്ലേ സായിപ്പന്മാരെ കണ്ടിട്ടില്ലേ? സായിപ്പന്മാർക്കൊക്കെ മുടി വെളുത്തിരിക്കണം. എന്താ കാരണം? അവർക്ക് മെലാനിന്റെ കുറവുണ്ട്. അത് പിന്നെ ഈ ഏഷ്യക്കാര്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാര്, നമ്മുടെ കേരളീയരൊക്കെയാണ് ഏറ്റവും കൂടുതൽ മെലാനിൻ കൂടിയ ശരീരപ്രകടനമുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ മുടിയൊക്കെ കറുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഇടയിൽ തന്നെ ചെമ്പിച്ച മുടി കണ്ടില്ലേ, ബ്രൗൺ കളറിലൊക്കെ, അത് മെലാനിന്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. ചെമ്പിച്ച മുടി അത് പിന്നെ ഏറ്റവും കുറഞ്ഞു കഴിഞ്ഞാൽ അകാല നര വരും. ഓക്കെ, അകാല നര വരും. നോക്കൂ, എന്താ കാരണം നമുക്ക് നോക്കാം. നമ്മുടെ തലമുടിയുടെ കോശങ്ങൾക്കകത്ത് ഈ കടക്കുറ്റിയിലെ കോശങ്ങൾക്കകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ മുടി നരയ്ക്കുന്ന ഒരു അവസ്ഥ, മെലാനിൻ നശിപ്പിക്കുന്നത്. എന്താണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്? നമ്മൾ കേട്ടിട്ടില്ലേ, മുടി ഉണക്കാനൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഇടാറില്ലേ? അത് ആർട്ടിഫിഷ്യൽ നിർമ്മിക്കുന്നതാണ്. എന്നാൽ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് നിർമ്മിക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ കോശങ്ങളുടെ ഇൻഫ്ലമേഷൻ തടയാൻ, കോശങ്ങളെ ചീത്ത ബാക്ടീരിയ അറ്റാക്ക് ചെയ്യാൻ ചെന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ചു കളയാൻ ശരീരം തന്നെ, കോശത്തിനകത്ത് തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് നിർമ്മിക്കും. എന്നിട്ട് മറ്റേ ആക്രമിക്കാൻ വരുന്നവരൊക്കെ നശിപ്പിച്ച് ടോക്സിനൊക്കെ ഫ്ലഷ് ഔട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനെ ഓക്സിജനും വെള്ളവും മാറ്റി കളയും. ഓക്സിജനും വെള്ളമൊക്കെ മാറ്റി കൺവേർട്ട് ചെയ്ത് ശരീരത്തിന് കേടില്ലാതെ നോക്കും. അതിന് കാറ്റലൈസ് ഒരു എൻസൈം കിട്ടണം. ഇത് പ്രായം കൂടും തോറും കാറ്റലൈസ് എൻസൈമിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കുറയും. അതാണ് പ്രായം ചെല്ലുന്നവർക്ക് മുടി നരയ്ക്കുന്നത്. എന്നാൽ ഇത് ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഈ കാറ്റലൈസ് എൻസൈമിന്റെ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് മുടിയുടെ കടക്കുറ്റി ഡെർമിസിൽ പോയി അടിഞ്ഞു കൂടുന്നൊരു അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മെലാനോസൈറ്റ്സ് നശിപ്പിച്ചു കളയും, മുടിക്ക് നര വരും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ
ഹൈഡ്രജൻ പെറോക്സൈഡിനെ നശിപ്പിച്ച് കളഞ്ഞ് മെലാനിന്റെ കണ്ടൻസ് കൂട്ടിക്കൊടുത്ത് മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് തരും. ഓക്കെ, അത് നമ്മൾ ഈ 5 മിനിറ്റ് കൊണ്ട് ഹെയർ ഡൈ പോലെ അല്ലാട്ടോ നമ്മുടെ പ്രൊഡക്റ്റ്. ഒരു 2-3 മാസത്തെ കണ്ടിന്യൂസ് ഉപയോഗത്തോടു കൂടി നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഹെയർ ബ്ലാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബ്ലാക്കനിങ് ഹെയർ. അതുപോലെ തന്നെ താരന് ഹൈ റിസൾട്ടാണ് നമ്മുടെ ബ്ലാക്കനിങ് ഹെയർ ഓയിൽ, അൾട്ടിമേറ്റ് ബ്ലാക്കനിങ് ഹെയർ ഓയിൽ. താരം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ തലയോട്ടിക്കകത്തുനിന്ന് ഒരു ആരോഗ്യമുള്ള ഒരാൾ, ഒരു പ്രായപൂർത്തി ഒരാൾ ഏകദേശം ഒരു 4-4.5 ലക്ഷത്തോളം കോശം ദിവസവും പുറത്തേക്ക് നശിച്ചു പോകുന്നുണ്ട്. അത്രയും കോശങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് അവിടെ ഉണ്ടായിക്കോളും, പഴയത് പുതിയത് ഉണ്ടായിക്കോളും. പക്ഷെ ഇത്രയും കോശങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. ഇത് നമ്മൾ ഡെയിലി നമ്മൾ തലയൊക്കെ നനച്ച് കുളിച്ചു കഴിയുമ്പോൾ അത് പൊക്കോളും. എന്നാൽ ചില ആൾക്കാർക്ക് അത് 8 ലക്ഷം 9 ലക്ഷം ഇരട്ടിയിലധികമാക്കിയായിട്ട് ദിവസവും നശിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. തലയോട്ടിയിലെ കോശങ്ങൾ നശിച്ച് പുറത്തേക്ക് വരും. അപ്പൊ കണ്ടമാനമായി. അപ്പൊ കണ്ടമാനം വരുന്ന സമയത്ത് ഇത് തലയോട്ടിയിൽ തന്നെ അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് സത്യം പറഞ്ഞാൽ അത് പൊടിഞ്ഞു വരുന്ന വെള്ള കളറിൽ, അതാണ് ശരിക്കും താരൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഈ ഹോർമോൺ ഇൻബാലൻസ് വരും. ഹോർമോൺ ഇൻബാലൻസ്, പലതരം ഹോർമോൺ നമ്മുടെ അല്ലേ, ആ ഹോർമോൺ ഇൻബാലൻസ് വരുമ്പോഴാണ് ഈ പറയുന്ന കോശങ്ങൾ, ഡെഡ് കോശങ്ങൾ തലയോട്ടിയിൽ കൂടുന്നത്. പിന്നെ മാത്രമല്ല, തലയോട്ടിയിൽ എണ്ണമയുണ്ട്, നമുക്കറിയാം അല്ലെ, തലമുടിയിൽ എണ്ണമയുണ്ട് തലയോട്ടിയിൽ. ആ എണ്ണമയത്തിൽ നമ്മൾ യാത്രയൊക്കെ സമയത്ത് പൊടികളൊക്കെ വന്ന് അടിഞ്ഞു കൂടാൻ ചാൻസ് ഉണ്ട്. അത് കൂടും, അപ്പൊ താരം കൂടി കിട്ടും. ഈ അവസ്ഥക്കൊക്കെ നമുക്ക് ഗുഡ് ബൈ പറയാം നമ്മുടെ ഈ പ്രൊഡക്റ്റ്. കാരണം ഈ പറയുന്ന ഹോർമോൺ ബാലൻസ് ചെയ്ത് നമ്മുടെ മുടിയിൽ വരുന്ന ഈ പറയുന്ന ഡെഡ് സെല്ലിനൊക്കെ എടുത്ത് കളഞ്ഞ് തലയോട്ടി ക്ലിയർ ആക്കി തരാൻ നമ്മുടെ ഈ പറയുന്ന ബ്ലാക്കനിങ് ഹെയർ ഓയിലിന് സാധിക്കും. ഓക്കെ, പിന്നെ മുടിക്കായ കേട്ടില്ലേ? മുടിക്കായ വരാറില്ലേ നമ്മുടെ തലയിൽ? ആ മുടിക്കായ്ക്ക് ഇത് റിസൾട്ട് ആട്ടോ. മുടിക്കായ ഇതൊരു ഫംഗസ് ആണ്. ശരിക്കും നമ്മൾ കുളി കഴിഞ്ഞാൽ അപ്പൊ തന്നെ തല കെട്ടി വെക്കരുത്. പ്രത്യേകിച്ചും ചില സ്ത്രീകളെ കണ്ടില്ലേ, നമ്മുടെ ലേഡീസൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യാറ്, കൂടുതൽ മുടി എന്ത് ചെയ്യുക, കുളിച്ചു കഴിഞ്ഞാൽ വെള്ളം ഉണങ്ങി പോകുന്നതിന് മുമ്പ് കെട്ടി വെക്കുന്ന ഒരു അവസ്ഥ. അത് ഫംഗസ് ബാധയ്ക്ക് ഇടവരും. അങ്ങനെ കാലക്രമേണ മുടിക്കായൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ മുടി നന്നായി ഉണക്കിയിട്ട് മാത്രമേ കെട്ടിവെക്കാൻ പാടുള്ളൂ. അതുപോലെ കുളി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിടക്കും ചെയ്യരുത്. തലയിണയിൽ ടൈറ്റായി കിടന്ന് മുടിയുടെ ഈർപ്പോടെ നിൽക്കും. അപ്പൊ മുടി ഉണങ്ങിയ ശേഷം കിടക്കാൻ പാടുള്ളൂ. അതിനിടയിലൊക്കെ വരുന്ന ഈ മുടിക്കായ വരുന്ന പ്രശ്നം അത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് നീക്കിത്തരും. അങ്ങനെ കുറെ ഗുണങ്ങൾ കൊണ്ട് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെയർ ഓയിൽ കേട്ടോ. അൾട്ടിമേറ്റ് ബ്ലാക്കനിങ് ഹെയർ ഓയിൽ. ഇത് തേക്കേണ്ട രീതി, തലയോട് തേച്ചു കുടിക്കേണ്ടത് നമ്മൾ പകൽ കുളിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ്. ഓക്കെ, പകൽ കുളിക്കുന്നത്, അപ്പൊ നമ്മൾ രാവിലെ കുളിക്കേണ്ടെന്ന് ഇരിക്കുക, അത് 2 മണിക്കൂർ മുമ്പ് തലയോട്ടിൽ ഇത് എവിടേക്കാണ് മുടിയുള്ളത് തലഭാഗത്ത് അവിടെ ഒക്കെ അത് അപ്ലൈ ചെയ്യണം. അത് സോഫ്റ്റ് ആയിട്ട് മസാജ് കൊടുക്കും. വിരൽ കൊണ്ട്, ഫിംഗറിൽ നമ്മൾ 5-10 ഫിംഗറിൽ, അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ തലയ്ക്ക് വേദനിക്കാത്ത രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം ഒരു 5 മിനിറ്റ്. തലയോട്ടിൽ എല്ലായിടത്തും ഇത് കുറച്ച് കയ്യിലെടുക്കുക, വിരൽ കൊണ്ട് കുത്തി ഓരോ ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മസാജ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കോളും. അത് പകല് കുളിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തലയോട്ടി തേച്ച് പിടിപ്പിക്കുക, കിടന്നുറങ്ങിക്കോളും. രാവിലെ അത് നേരം വെളുത്ത് അത് കഴുകി കളയണം. 90 ദിവസം 90 ഡേയ്സ് ആണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ബ്ലാക്കനിങ് ഹെയർ ഓയിലിന്റെ റിസൾട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് കൂടി പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിന്റെ പേരാണ് ദ അൾട്ടിമേറ്റ് ന്യൂറോ സ്റ്റിമുലന്റ് ഹെയർ ഓയിൽ. ന്യൂറോ സ്റ്റിമുലന്റ്, ആ പേര് തന്നെ ഉണ്ട് അല്ലേ, ന്യൂറോൺ കോശങ്ങളെ സ്റ്റിമുലന്റ് ചെയ്യിപ്പിക്കുന്ന ഹെയർ ഓയിൽ. ന്യൂറോൺ കോശങ്ങൾ നമ്മുടെ തലയോട്ടിക്കകത്തുള്ള, നമ്മുടെ ബ്രെയിൻ, തലയോട്ടിലല്ല സോറി, നമ്മുടെ ബ്രെയിനകത്തുള്ള പ്രധാനപ്പെട്ട കോശങ്ങളിൽ ഒന്നാണ് ന്യൂറോൺ കോശങ്ങൾ. നമ്മളെ ന്യൂറോൺ സ്റ്റിമുലേറ്റിംഗ് ഫംഗ്ഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? ന്യൂറോൺ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷനും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ആണല്ലോ. അതില് ഞരമ്പുകളോടൊക്കെ മെസ്സേജ് പാസ് ചെയ്യാനും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സെക്ഷനാണിത്, ന്യൂറോൺ കോശങ്ങൾ. അതിന് വേരിയേഷൻ വരാനോ ഓവർ ആക്ഷൻ വരുമ്പോഴാണ് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അതിന് പരിഹരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ്. നിർമ്മിച്ചു നോക്കൂ, കുറെ ഇംഗ്രീഡിയന്റ് ഉണ്ട്. ഉരുക്ക് വെളിച്ചെണ്ണ, കയ്യോന്നി, കറ്റാർ വാഴ, ബ്രഹ്മി, കടുക്ക, ഒരില താമര, കച്ചോലം, കർപ്പൂരം, കൊട്ടം, ആനച്ചുടി, അങ്ങനെ ഒട്ടനവധി ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരാറുണ്ട്, മൈഗ്രെയിൻ അല്ലെ. മൈഗ്രെയിൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നങ്ങളാണ് വരുന്നത്. ഇതെന്താ കാരണം? ഇത് ന്യൂറോൺ ട്രാൻസ്മിറ്ററുകളില്ലേ, ന്യൂറോൺ കോശങ്ങൾ, അതിന്റെ സിസ്റ്റമാണത്.
ന്യൂറൽ ട്രാൻസ്മിറ്ററുകൾ, അവയിൽ വരുന്ന കൺഫ്യൂഷൻ, ഇപ്പൊ മണം കിട്ടാൻ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ രുചി, കാഴ്ച ഒക്കെ കൺഫ്യൂഷൻ വരുന്ന അവസ്ഥ, ഇത് ഓവർ ആക്ഷൻ ആണ്. ഈ ന്യൂറോൺ കോശങ്ങൾ ഓവറായിട്ട് അമിതമായിട്ട് റിയാക്ട് ചെയ്താലും പ്രശ്നം, മൈഗ്രെയിൻ വരും. അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ചില മണങ്ങള്, ചില പൂക്കളുടെ മണം, ചില ഭക്ഷണത്തിന്റെ മണമൊക്കെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കും, കൺഫ്യൂഷൻ വരുത്തും. അങ്ങനെ നമുക്ക് തലയിൽ പ്രശ്നം വരും, നമുക്ക് മൈഗ്രെയിനുള്ള പ്രശ്നം വരാം. പിന്നെ തലവേദന, കോമൺ ആയിട്ടുള്ള പ്രശ്നം, അത് ചൂടുകാലത്തും അല്ലെ, തലനീരിറക്കം അല്ലെ, ഉറക്കക്കുറവുള്ള ആൾക്കാർക്കൊക്കെ ഈ തലവേദന കൂടുട്ടോ. അത് കാരണം ഇതൊക്കെയാണ് സൈനസൈറ്റിസുള്ള പ്രശ്നങ്ങൾ. ഇതിനെല്ലാത്തിനും കഴുത്തിന് മുകളിലുള്ള ടു Z പ്രോബ്ലം നമ്മുടെ പ്രോഡക്റ്റ് പരിഹരിക്കും. ഈ പറയുന്ന ന്യൂറോൺ സ്റ്റിമുലന്റ് ഹെയർ ഓയിൽ പരിഹരിച്ചു തരുന്നുണ്ട്. ഓക്കെ, അതിലൊന്ന് നോക്ക്. മൈഗ്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു. തുമ്മൽ വരാറുണ്ടല്ലോ, തുമ്മൽ പല ആൾക്കാർക്ക് വരാറില്ലേ, തുമ്മൽ, മൂക്കൊലിപ്പ്, തുമ്മലൊക്കെ വരാറില്ലേ? അത് നമ്മൾ നേരത്തെ ഇതുപോലെ പറയുന്ന കേട്ടോ. അതായത് ചില അലർജികൾ, ഇപ്പൊ ചില ആൾക്ക് പൊടി അലർജി വരാറുണ്ട്, മണത്തിന്റെ അലർജി വരാറുണ്ട്. മൂക്കിന്റെ പാടെ, നമ്മുടെ മൂക്കിന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നൈസ് ചർമ്മമുള്ള സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ കണ്ണിന്റെ താഴെ, മൂക്കിന്റെ ഇവിടെയൊക്കെ. അവിടെയാണ് ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളാൻ തുമ്മൽ വരാറുണ്ട്. ഉള്ളിൽ വരുന്ന ഈ പറയുന്ന പൊടി അടിച്ച് കയറി ചില മണങ്ങളുടെ ഇതൊക്കെ വരുന്ന റിയാക്ഷൻ വന്ന് നമുക്ക് തുമ്മൽ വരാറുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഹിസ്റ്റംസ്, രാസവസ്തുക്കൾ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നമുക്ക് റിസൾട്ട് ആണോ നമ്മുടെ ഈ ന്യൂറോൺ ഹെയർ ഓയിൽ. അതുപോലെ കണ്ണ്, മൂക്ക് ചൊറിച്ചിലും ഇതിന്റെ ഈ തുമ്മലിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ശ്വാസം മുട്ടൽ വരാറുണ്ടല്ലേ നമുക്ക്, ശ്വാസം മുട്ടല്. ഈ ശ്വാസം മുട്ടൽ പറഞ്ഞാൽ ഈ ബ്രോങ്കീസില്, ശ്വാസനാളിയിൽ വരുന്ന മസിലിന്റെ ടൈറ്റ്നസ്, ശ്വാസകോശത്തിൽ നീർക്കെട്ടല്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ കഴുത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ന്യൂറോൺ ഹെയർ ഓയിൽ കൊണ്ട് മാറ്റാൻ പറ്റും, കഴുത്ത് തൊട്ട് മുകളിലേക്കുള്ളത്. അപ്പോൾ അവിടെ പറഞ്ഞ മസിലിന്റെ ടൈറ്റ്നസ് റിലീസ് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്റ്റിന് പറ്റും, ഹെയർ ഓയിലിന് പറ്റും. അങ്ങനെ നമുക്ക് ശ്വാസം മുട്ടൽ ഗുഡ് ബൈ പറയാം. കൂർക്കം വലി വലിയൊരു പ്രശ്നമാണ് അല്ലേ? അത് ഈ അമിതവണ്ണമുള്ളവർക്ക്, മലർന്നു കിടന്നവർക്ക് കണ്ടിട്ടില്ലേ? ഇത് നമ്മൾ ശ്വാസം എടുക്കുന്ന ആ എയർവേസ് ഉണ്ടല്ലോ, മൂക്ക്, തൊണ്ട, ഇവിടെ വരുന്ന ഒരു ശ്വാസ തടസ്സമാണ് ശരിക്കും. ഇവിടെ മസിലിന്റെ വേരിയേഷൻ, ടൈറ്റൻസ് വേരിയേഷൻ വരുമ്പോൾ ഈ ശ്വാസം കറക്റ്റായിട്ട്, നാക്കിന്റെ മസിലിനൊക്കെ പ്രശ്നം വരാറുണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോൾ അതില് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ തടസ്സം വരും. അങ്ങനെ വരുന്ന ഒരു വേരിയേഷൻ ആണ് ഈ കൂർക്കം വലിയായിട്ട് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് മൂക്കടപ്പ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെ? കാഴ്ച ശക്തിക്ക് ഏറ്റവും സൂപ്പറാണ് കേട്ടോ നമ്മുടെ ഈ പറയുന്ന ന്യൂറോൺ സ്റ്റിമുലന്റ് ഹെയർ ഓയിൽ കേട്ടോ. നമ്മുടെ കണ്ണിന്റെ റെറ്റിനയുടെ കൺട്രോൾ മൊത്തം വരുന്നത് ബാക്ക് സൈഡിലാണ് അല്ലേ, ബ്രെയിനിന്റെ ബാക്ക് സൈഡിലേക്കാണ്. അവിടുത്തെ കോശങ്ങളെ എല്ലാത്തിനും സ്റ്റിമുലേറ്റ് ചെയ്യാനും പവർഫുൾ ആക്കാനും നമ്മുടെ പ്രൊഡക്റ്റ് പറ്റും. കണ്ണിന് കാഴ്ചശക്തി കൂട്ടി തരുന്നു. തൊണ്ടവേദന പറഞ്ഞാൽ മൂക്കിലൂടെ വരുന്ന മറ്റേ എന്താ പറയാ, അണുക്കളെ നശിപ്പിച്ച് കളഞ്ഞ രോഗപ്രതിരോധ ശേഷി. നമ്മൾ മൂക്കിലൊരു ദ്രവമുണ്ട്, അവിടെയാണ് പടയാളികൾ ഉള്ളത്. ഉള്ളിൽ നിന്ന് വരുന്ന, പുറത്തുനിന്ന് വരുന്ന, ശ്വാസത്തിൽ വരുന്ന രോഗാണുക്കളെ നശിപ്പിച്ച് കളയാൻ മൂക്കിലെ ദ്രവങ്ങൾക്ക് പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങണമെങ്കിൽ തൊണ്ടയിലെ ടോൺസിൽസ് തടയും. ഇവയെ പവർഫുൾ ആക്കി എന്താ പറയാ, ആന്റി ഓക്സിഡന്റ് പവർ ഉണ്ട്. അതുപോലെ തന്നെ പ്രതിരോധശേഷി കൂട്ടി. അങ്ങനെ വരുമ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരില്ല. തൊണ്ടവേദനയ്ക്ക് റിസൾട്ട് ഉണ്ട്. അതിലെ ഉറക്കക്കുറവിന് ഏറ്റവും റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ ന്യൂറോൺ കോശങ്ങളെ സ്റ്റിമുലന്റ് ചെയ്യിപ്പിക്കാനും ഉറക്കത്തിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു. ജലദോഷത്തിനും ചുമയ്ക്കും എല്ലാത്തിനും നമ്മുടെ പ്രോഡക്റ്റ് ഹൈലി റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 3 ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ സെക്ഷനിൽ നമുക്ക് ഈ നമ്മുടെ ഗ്രോമാർട്ട് കമ്പനി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള 3 പവർഫുൾ പ്രൊഡക്റ്റ് അല്ലെ, ഒന്ന് ഹെൽത്ത് ബാലൻസർ, ഒന്ന് ബ്ലാക്കനിങ് ഹെയർ ഓയിൽ, ഒന്ന് ന്യൂറോൺ സ്റ്റിമുലന്റ് ഹെയർ ഓയിൽ. ഓക്കെ, ഇനിയും കൂടുതൽ പറയാനുണ്ട്, പക്ഷെ ഈ നമ്മുടെ ടൈമിങ് അതിക്രമിച്ചു തുടങ്ങിയില്ലേ അല്ലെ? എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അടുത്ത ഒരു സെക്ഷനിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും അറിയാം. എന്തായാലും ശരി, ഇത് ഈ പ്രോഡക്റ്റുകൾ 3ഉം നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് അല്ലേ? ഓക്കെ, മുടി അഴക് എല്ലാവരും അല്ലെ, പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ആസ്വദിക്കുന്നത് മുടി ഭംഗിയിൽ തന്നെയാണ്. ആ തലമുടി ഭംഗിയോടെ ഉപയോഗിക്കാൻ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ നമ്മളെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ എൻ്റയർ ഹ്യൂമൻ ബോഡി ഹെൽത്തിന് നമുക്ക് നമ്മുടെ ഹെൽത്ത് ബാലൻസർ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ 3 പ്രൊഡക്റ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, റിസൾട്ട് എടുക്കണം. അതിനുശേഷം എത്രയോ വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് റെക്കമെൻഡ് ചെയ്താൽ നമ്മുടെ കമ്പനി ഫൈനാൻഷ്യലായിട്ടും നമുക്ക് അൺലിമിറ്റഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം കൂടി നമ്മുടെ കമ്പനിയുടെ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഹെൽത്ത്, വെൽത്ത്,
രണ്ടും ചേർന്നാൽ ഹാപ്പിനെസ്, നല്ലൊരു ഹാപ്പി ലൈഫിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി വെൽത്തി ലൈഫ്, ഹാപ്പി ലൈഫ് നേടി എടുക്കാൻ സാധിക്കട്ടെ, ഗ്രോ മാർട്ടിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. വിഷ് സക്സസ്. ജയ് ഗ്രോ മാർട്ട്. ഓക്കെ, ബൈ. താങ്ക് യു സാർ, അടിപൊളിയായിരുന്നു. ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതി തന്നെയാണ് സാറ് ഈ ഓരോരോ പ്രൊഡക്റ്റും പറഞ്ഞതില്ലേ. എന്തായാലും എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് പഠിച്ചിട്ട് അത് ഓരോരോ കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണത്, വർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ തലമുടി നരച്ചവരുണ്ടാവില്ലേ, അവരൊക്കെ ഡേ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഇത് കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഒരു ഹെയർ ഓയില് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ബാലൻസർ ഇല്ലേ, എല്ലാ ശരീര ഇതിന്റെ എല്ലാ അസുഖത്തിനും ഉള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അത്. അത് ഓരോരുത്തരും അതിന്റെ അതിന്റെ റേറ്റ് നോക്കാതെ അത് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതും കൂടിയാണ്. അത് കഴിക്കേണ്ട രീതിയൊക്കെ സാറ് പറഞ്ഞു തന്നു അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലൂടെ പങ്കെടുക്കുമ്പോഴാണ്, നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരും മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് പറയാണ്. ഇതിന് 50 പേരോളം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും സമയത്തിന്റെ ഒരു ഇതുകൊണ്ട് എല്ലാവരും ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. നോമ്പും കാര്യമൊക്കെ ആയതുകൊണ്ടാണ്. എന്തായാലും ഇതുവരെ ഇത്രയും നേരം ക്ഷമിച്ച് ഇതുവരെയും കാത്തിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. താങ്ക് യു സർ.